കൊണ്ടും സഹാബത്ത് ഇടവേളി പ്രാർത്ഥിച്ചത് സഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാവുന്നതാണ്. ഖുർആനും ഹദീസിലുണ്ട് എന്ന് പറയലാതെ മുസ്ലിമീങ്ങളെ ഇനി എന്ത് വേണം? അതിലപ്പുറമാണ് ചില ആളുകൾ കണ്ടെത്തുന്ന ന്യായവാദങ്ങൾ. അതിന്റെ അപ്പുറമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തങ്ങളുടെ ജീവിതകാലത്തും അബ്ബാസ് എന്നവരെ കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതകാലത്തും ദുആ ചെയ്യാൻ നേതൃത്വം നിർത്തി അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചു എന്നല്ല ഈ ഹദീസിന്റെ അർത്ഥം. പിന്നെ അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു എന്ന് തുടങ്ങുന്ന അല്ലാഹുമ്മ മുതൽ തുടങ്ങുന്നത് ഇഖ്ബാർ അല്ല, ഇൻഷാ ആണ്. അത് തന്നെ ഇടനേടിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചു എന്നത് മറ്റൊരു വസ്തുത. ഈ അല്ലാഹുമ്മ കൊണ്ട് ആരംഭിക്കുന്നത് ഇഖ്ബാർ അല്ല, ഇൻഷാ ആണ്, പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ ഇടനേട്ടം ഉണ്ട്. അതുകൊണ്ട് അവർ ഇടനേടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ഇമാം ഖുർത്തുബി മുതലായവർ നിവേദനം ചെയ്ത മറ്റു ധാരാളം ഹദീസുകളിൽ മഹാന്മാരായ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഇടനേടി പ്രാർത്ഥിച്ചത് കാണുന്നു. കൂട്ടത്തിൽ രണ്ട് കണ്ണിനും കാഴ്ച നഷ്ടപ്പെട്ട ഒരു സഹാബി പ്രമുഖൻ തങ്ങളുടെ സന്നിധിയിൽ വന്നുകൊണ്ട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടു. തങ്ങൾ അദ്ദേഹത്തോട് വുളൂ ചെയ്ത് വരാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് വുളൂ ചെയ്തു വന്നു. അതിനുശേഷം തങ്ങൾ അദ്ദേഹത്തിന് പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഇടനേടി പ്രാർത്ഥിക്കാനുള്ള കാര്യമായി. എന്റെ ഹദീസിന്റെ കിതാബുകളുണ്ട്. ഇമാം ബുഖാരിയിലെ തന്നെ നിവേദനത്തിൽ മഹാനായ മുത്തബിഉ സുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ ഇടയ്ക്കിടയ്ക്ക് എന്ന പദ്യം ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ചു ചെല്ലാറുണ്ടായിരുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ ഈ പദ്യം ചൊല്ലുന്നത് കേട്ടു എന്ന് രേഖപ്പെടുത്തുന്നത് താബിഈകളിൽപ്പെട്ടവരാണ്. സഹാബിയല്ല, താബിയാണ്. ഇമാം ബുഖാരിയുടെ റിവായത്തനുസരിച്ച് ഒരു താബിഈ ഇബ്നു ഉമറിൽ നിന്ന് ഇത് കേട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇബ്നു ഉമർ റളിയല്ലാഹു ചൊല്ലിയത് റസൂലുള്ളാഹിന്റെ കാലത്ത് മാത്രമല്ല, തങ്ങളുടെ ഹയാത്തിന് ശേഷമാണ്, വഫാത്തിന് ശേഷമാണ്. അപ്പോഴല്ലേ താബിഈ കേൾക്കുന്നത്? ഒരു താബിഈ കേട്ടു എന്ന് പറയണമെങ്കിൽ അത് പ്രവാചകന്റെ കാലത്തല്ല, തങ്ങളുടെ കാലശേഷമാണ്. അത് തങ്ങളുടെ വഫാത്തിന് ശേഷം ഇബ്നു ഉമർ റളിയല്ലാഹു ചെറിയ പദ്യത്തിലുള്ളതെന്താണ്? മേഘത്തിൽ നിന്ന് മഴയെ പ്രതീക്ഷിക്കപ്പെടുന്ന വജ്ഹിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വജ്ഹ് കൊണ്ട്, ഒന്നുകിൽ തങ്ങളുടെ കിറമാക്കപ്പെട്ട മുഖം കൊണ്ട്, അല്ലെങ്കിൽ ദാത്ത് കൊണ്ട്. വജ്ഹിയ എന്നുള്ളിടത്ത് നാം രണ്ട് തരത്തിൽ അർത്ഥം. ഈ വജ്ഹിഹി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ തങ്ങളുടെ കിറമാക്കപ്പെട്ട മുഖം കൊണ്ട്, അല്ലെങ്കിൽ ദാത്ത് കൊണ്ട്. രണ്ടാണെങ്കിലും ഇവിടെ എവിടെയിരിക്കുന്നത് ദാത്ത് കൊണ്ടാണ്, തൽക്കർമ്മം കൊണ്ടല്ല. അതാവട്ടെ തങ്ങളുടെ ജീവിതകാലത്തല്ല, തങ്ങളുടെ വഫാത്തിന് ശേഷം. സംഭവമാകട്ടെ ഇമാം ബുഖാരി റിവായത്ത് ചെയ്തതാണ്. അതൊക്കെ ഈ കൂട്ടത്തിൽ ചേർത്ത് വായിക്കാം. പണ്ഡിതോചിതമായി ഇതിനെ ഖണ്ഡിക്കാൻ സാധിക്കുന്ന ഒരാൾ ഭൂമി ലോകത്തില്ല എന്ന് ഞാൻ അവകാശപ്പെടുന്നു. പണ്ഡിതോചിതമായി ഖണ്ഡിക്കാൻ സാധിക്കുന്നവരില്ല. ഇതെന്തും പറയുന്ന ആളുകൾക്ക് ഉയർന്നില്ല. ഇതിനെങ്ങനെ എത്തിക്കും? ഇബ്നു ഉമർ ഇത് ചെല്ലിയത് കേട്ടത് താബിഈയാണ് എന്ന് വെച്ചാൽ തങ്ങളുടെ വഫാത്തിന് ശേഷമാണ്. ആ പദ്യത്തെ ആവട്ടെ തങ്ങളെ കൊണ്ട് ഇടവേറാണ്. താൻ കർമ്മങ്ങൾ കൊണ്ടല്ല, ദാത്ത് കൊണ്ട് എത്തി ഒഴിഞ്ഞില്ല. റിവായത്ത് ചെയ്തതാകട്ടെ ഇമാം ബുഖാരിയാണ്. പിന്നെ എന്ത് ചെയ്യും? അംഗീകരിക്കല്ലാതെ വല്ല നോക്കിയോ? അംഗീകരിക്കല്ലാതെ നോക്കിയില്ല. അതുകൊണ്ട് വിശുദ്ധ ബുഖാരി, ഇമാം ബുഖാരി മുതലായവർ നിവേദനം ചെയ്ത സഹീഹാണെന്ന് മുസ്ലിം ലോകം സമ്മതിക്കാൻ ബാധ്യസ്ഥരായ ഹദീസിന്റെ കിതാബുകളിൽ മഹാന്മാരെ കൊണ്ട് ഇടവേളി പ്രാർത്ഥിക്കാനുള്ള പ്രോത്സാഹനം ധാരാളമായി വന്നിരിക്കുന്നു. വിമർശിക്കപ്പെടേണ്ടതില്ല. പിന്നെ മഹാന്മാരായ താബിഈകൾ, മദ്ഹബിന്റെ ഇമാമിങ്ങൾ, അവരൊക്കെ ഇങ്ങനെ ഇടവേളി പ്രാർത്ഥിക്കുകയും ചെയ്തിരിക്കുന്നു. മഹാനായ ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു തആല അറിവിന്റെ സമുദ്രമാണ്. ഇമാം ശാഫിഈ തങ്ങൾ
അഹ്ലു ബൈത്തിനെ കൊണ്ട് ഇടപെടി പ്രാർത്ഥിച്ചത് ഇപ്രകാരമായിരുന്നു: أرجو بهم عطاغة بيد اليمين صحيفتي على الذي ذريعتي وهم إليه وسيلتي أرجو بهم عطاغة بيد اليمين صحيفتي. ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല തങ്ങൾ അഹ്ലു ബൈത്തിനെ കൊണ്ട് ഇടവേളി പ്രാർത്ഥിക്കുകയാണ് ഈ പദ്യത്തിലൂടെ. വിമർശിക്കുന്നത് ആലോചിച്ചു വേണ്ടത്. ഇമാമുൽ ആദം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല തങ്ങൾ ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് കയറിക്കാവുന്നു. യാ സയ്യിദസ് സാദാതി ജിൽദുക ഖാസിദ അർജു റിവാക വഹതമി ബിഹിമാക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് വിളിച്ചുകൊണ്ടായിരുന്നു ഇമാമുൽ ആദം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല തങ്ങളുടെ ഇടപാട്ടം. അപ്പോൾ വിശുദ്ധ ഖുർആനിന്റെ തിരുസുന്നത്തിന്റെ മഹാന്മാരായ അയിമ്മത്തിന്റെ അംഗീകാരവും പ്രോത്സാഹനവും സദുർത്തനെ കൊണ്ട് ഇടവേളി പ്രാർത്ഥിക്കുന്നതിന് ഉണ്ട്. അതിന്റെ പേരിലാണ് മുസ്ലിം ലോകം അവർ നല്ല കാര്യമാണെന്ന നിലക്ക് നിലനിർത്തിക്കൂടുന്നത്. 13 നൂറ്റാണ്ട് പിന്നിട്ട ശേഷം മുസ്ലിം സമുദായത്തിൽ വിവരദോഷം വർദ്ധിച്ച അടിസ്ഥാനത്തിൽ ചില സഹോദരന്മാരിൽ നിന്നുണ്ടായ വിമർശനം അടിസ്ഥാനരഹിതമാണ്. അവരുടെ വിവരദോഷത്തിന്റെ അനന്തരഫലമാണ്. അവർ തിരുത്താൻ തയ്യാറാവുകയാണ് വേണ്ടത് എന്ന് ഞാൻ അത് സംബന്ധിച്ച് പറയുന്നു. നിങ്ങൾ ആലോചിച്ചുകൊള്ളൂ. ഞാൻ അവരെ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല. പുനരാലോചനയ്ക്കുള്ള അവസരം സൃഷ്ടിക്കുകയാണ് നമ്മുടെ ചുമതല. കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും വിചാരണം. അല്ലെങ്കിലും നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു സമ്പ്രദായത്തെ വിമർശിക്കുന്നത് 100 വട്ടം ആലോചിച്ചു വേണ്ടി. ധൃതിയല്ല, ആലോചിച്ചു മതി. അരുതറിയ, സൂക്ഷിച്ചു മതി. ആലോചിച്ചു നോക്കൂ. അല്പം പക്വതയും കാണുന്ന കാര്യങ്ങളിൽ കാണില്ല. ഇനി അത് മാത്രമല്ല, മഹാന്മാരെ വിളിച്ച് സഹായം തരാറുണ്ട്. മുഹീദ്ദീനെ രക്ഷിക്കണേ, പതിരീങ്ങളെ കാക്കണം എന്ന് പറയാറുണ്ട്. ചിലർ അങ്ങനെ പറയാവോ? പർച്ചനോടല്ലേ പറയാവോ? അല്ലല്ലാതെ ഒരാൾക്ക് സഹായിക്കാൻ കഴിയില്ല. കേട്ട മാത്രമേ ശരിയല്ലേ? വസ്തുത എന്താണ്? വളരെ ജാഗ്രതയോടെ നിങ്ങൾ ശ്രമിക്കേണ്ട ഒരാശയമാണ്. സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത്. വിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് അല്ലാഹു അല്ലാതെ വലിയോ സഹായിയോ ഇല്ല. ഖുർആൻ പറഞ്ഞു, മാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. നിങ്ങൾക്ക് അല്ലാഹുവിനെ കൂടാതെ ഒരു സംരക്ഷകനും ഇല്ല. വലാ നസീർ, വേറെ നിങ്ങൾക്ക് സഹായിയും ഇല്ല. പടച്ച തമ്പുരാൻ മാത്രമാണ് നിങ്ങളുടെ സംരക്ഷകൻ, അവൻ മാത്രമാണ് നിങ്ങളുടെ സഹായി എന്നാണ് ഈ പറഞ്ഞത്. ഇത് വിശ്വസിച്ചു കൊള്ളണം. ഖുർആൻ പറഞ്ഞതാണ്. എന്നാൽ നിങ്ങൾക്ക് അല്ലാഹു അല്ലാതെ വലിയ ഇല്ല, സംരക്ഷകൻ ഇല്ല എന്ന് പറയുന്ന അതേ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. മലക്കുകൾ വന്നിട്ട് വിശ്വാസികളോട് പറയണം, ഞങ്ങൾ നിങ്ങളുടെ സഹായികളാണ് ദുനിയാവിലും ആഖിറത്തിലും. അല്ലാതെ ഒരു സംരക്ഷണമില്ലാന്ന് പറഞ്ഞ് ഒരായത്തിൽ മറ്റായത്തിൽ ഞാനും ഔലിയാവും. ആ ഒലിയുടെ പ്രബോധനം തന്നെ ഈ ഔലിയാവും. മറ്റൊരു ഒലിയും ഇല്ല എന്ന് പറഞ്ഞ കേട്ടായി പറയുന്നത് ആ ഒലിയുടെ ബഹുവനാണെന്ന് ഞാനും ഔലിയാവും. നിങ്ങൾക്ക് വേറെ ഒരു സഹായില്ല. ഒലാ നസീർ, അവരല്ലാതെ നിങ്ങൾക്ക് ഒരു സഹായില്ല എന്ന് ഖുർആൻ പറഞ്ഞു. ഖുർആനിൽ തന്നെ മറ്റൊരിടത്ത് ഖാല ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹ്. ഇവിടെ വേറെ നസീറുകൾ അല്പം മറ്റൊരു അൻസാറൊക്കെ പറയാം. ഇനി റസൂലുള്ളാഹിക്ക് അതാ പറയാം, മുഹാജിറുകൾ അൻസാരികളാണ് പറയാം. ആ
നസീറിന്റെ ബഹുവചനമുണ്ടെങ്കിൽ എന്താണ് ഇതിന്റെ താല്പര്യം? വിശുദ്ധ ഖുർആനിനെ ഗ്രഹിക്കേണ്ടവരിൽ നിന്ന് ഗ്രഹിക്കേണ്ട വിധം ഗ്രഹിച്ചിട്ടില്ലെങ്കിൽ ആശയക്കുഴപ്പമുണ്ടാകും. ഖുർആൻ കൊണ്ട് ചില ആളുകൾ സന്മാർഗം ചിന്തിച്ചവരാകും, വേറെ ചില ആളുകൾ ദുർമാർഗികളാകുന്ന ഖുർആനുണ്ട്. ഖുർആൻ കൊണ്ട് തന്നെ ഖുർആന് കൊണ്ട് ജനങ്ങൾ സന്മാർഗത്തിലാകുന്നു, രാമായണ ബൈബിൾ കൊണ്ട് ദുർമാർഗത്തിലാകുന്നല്ല, ഖുർആൻ കൊണ്ടല്ല. സുബ്ഹാനല്ലാഹ്. അതെങ്ങനെ? ഖുർആൻ കൊണ്ട് തന്നെ ചില ആളുകൾ സന്മാർഗത്തിലാകും, വേറെ ചിലർ ഖുർആൻ കാരണമായി തന്നെ ദുർമാർഗത്തിലാകും. മാഷാ അല്ലാഹ്. അതെങ്ങനെ? അത് തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കാത്തവൻ ചാടിപ്പടഞ്ഞ അഭിപ്രായം പറഞ്ഞു. പടത്തോന്റെ കലാമല്ലേ കാര്യം നിജത്തിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ മൗനം തിരിച്ചിട്ടെങ്കിലും വേണ്ടേ? ഇതറിഞ്ഞൂടാ. അറിയാത്ത കാര്യത്തെക്കുറിച്ച് അറിയില്ല എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിയാണ്. അവിടെ വേറെ പ്രത്യേക പ്രശ്നമൊന്നും വിചാരിക്കേണ്ടതില്ല. പനി തലവേദനയുണ്ടാകുമ്പോൾ ഗുളിക എഴുതി കൊടുക്കാം, പഠിച്ച ആൾക്ക് അത് എഴുതി കൊടുക്കാം. റോഡിനോ കെട്ടിടത്തിനോ പാലത്തിനോ എസ്റ്റിമേറ്റ് ഉണ്ടാക്കാൻ പഠിച്ച ആൾക്ക്, മെഷർമെന്റ് ചെയ്യാൻ പഠിച്ച ആൾക്ക്, തെക്ക് മെഷർ ചെയ്യാൻ പഠിച്ച ആൾക്ക് അത് ഉപയോഗിക്കാം. ഏതാണോ പഠിച്ചതെങ്കിൽ അത് പ്രയോഗിക്കാം. പഠിച്ചതല്ലേ പ്രയോഗിക്കാറുണ്ട്. പഠിക്കാത്തതിൽ ചാടിക്കേറി അഭിപ്രായം പറയണമെന്ന് നടത്തിയ അബദ്ധം വരും. എന്താ എനിക്കൊക്കെ മൂന്നാലേക്കാരോ ഡോക്ടറാകുന്നു, അത് പഠിച്ചിട്ടില്ല, നമ്മൾ അഭിപ്രായം പറയാൻ പോകുന്നല്ലോ. നമ്മളെന്നെ വേറെ ആശ്രയിക്കും. സുഖല്ല, വേറെ ആളെ ആശ്രയിക്കാൻ ഒരു നൂറ്റിൽ അന്ധമായി അനുകരിക്കാം. തക്കലീത ചോദ്യം ചെയ്യാതെ അംഗീകരിക്കാം. ഒരു ഡോക്ടർ മരുന്ന് എഴുതി തന്നാല് മെഡിക്കൽ ഷോപ്പിൽ പോയി ആ മരുന്ന് വാങ്ങി കഴിക്കാനല്ലാതെ എന്താണ് ഇതിനെ കണ്ടെത്തുന്നത്, എന്തുകൊണ്ടാണ് ഈ പണ്ടാട്ടം ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നമ്മൾ ചോദിച്ചാൽ വിശദമായി പഠിക്കാൻ പോലും മനസ്സിലാവില്ല. മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇയാൾ എഴുതിയത് നമുക്ക് വന്ന മരുന്നു പേരും ഒത്തു നോക്കുക, ഡേറ്റ് എക്സ്പയർ ആയിട്ടുള്ളതെന്ന് പരിശോധിച്ച് നോക്കുക, ഇതിൽ കഴിഞ്ഞൊന്നും നോക്കിയില്ല. എത്രയല്ലേ ഉള്ളൂ? പഠിച്ചത് പ്രയോഗിക്കുക, പഠിക്കാത്തത് മറ്റുള്ളവർക്ക് വളർത്തുന്നത്. അത് ചെയ്യാത്തത് കൊണ്ടാണ് ഖുർആൻ കൊണ്ട് ചില ആളുകൾ ദുർമാർഗത്തിലാകാൻ പോകുന്നത്. ആ രീതിയിൽ നിൽക്കാത്തതാണ്. പടച്ചതമ്പുരാൻ പറഞ്ഞു അള്ളാഹു മാത്രമാണ് സംരക്ഷകൻ, അള്ളാഹു മാത്രമാണ് സഹായി. അതാണ് വിശ്വാസിയുടെ യഥാർത്ഥ വിശ്വാസം. എത്രത്തോളം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. ഖുൽ നബിയെ തങ്ങൾ പറയുക, ഏതാണ് ഏറ്റവും വലിയ തൗഹീദ് ആദർശം? ഇതാണ് സൂറത്തുൽ ഇഖ്ലാസിലെ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. ഖുൽ നബിയെ തങ്ങൾ പറയുക അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്, അല്ലാഹു ഏകനാകുന്നു എന്നതത്രേ വസ്തുത. ഖുൽ നബിയെ തങ്ങൾ പറയുക ഹുവ വസ്തുത അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാകുന്നു. അല്ലാഹു സമദ്, അല്ലാഹു സമദാണ്. അല്ലാഹു സമദാണെന്ന് പറഞ്ഞാൽ അല്ലാഹു ഒരിക്കലും ഒരു വസ്തുവിനെയും ആശ്രയിക്കുന്നില്ല. അല്ലാഹുവല്ലാത്ത അഖില വസ്തുക്കളും സദാസമയവും അല്ലാഹുവിനെ ആശ്രയിക്കുന്നു. അത് നബിയാണെങ്കിലും വലിയാണെങ്കിലും ജിന്നാണെങ്കിലും ഇൻസാണെങ്കിലും ആര് തന്നെയാണെങ്കിലും സദാസമയവും അല്ലാഹുവിനെ ആശ്രയിക്കുന്നു. അതാണ് അല്ലാഹു സമദിന്റെ മാനം. ഈ അർത്ഥത്തിലാണ് നമ്മുടെ സമസ്ത കേരള ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡ് അംഗീകരിച്ച പ്രൈമറി മദ്രസകളിൽ പോലും കൊച്ചു കുട്ടികളെ നമ്മുടെ അഖീദയുടെ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ولئن سمعت الجن والإنس والملائكة على يحرك ذرة في العالم أو يمكنها لعجبوا عن ذلك إلا بإقراره تعالى إياه وإرادته. പാഠപുസ്തകത്തിൽ ഈ ഇബാദത്ത് അല്ലെങ്കിൽ ഇതിന്റെ മാനാക്കുണ്ടാവും. മായനോണ്ടാണ് ഇബാദത്ത്. ഞാൻ ആ ആശയത്തിന്റെ അർത്ഥനെ പറഞ്ഞു. ഏകദേശം തന്നെ പാഠപുസ്തകത്തിലുണ്ടാകും. എന്താണ് ഇതിന്റെ അർത്ഥം? ആശയം ലോകത്തുള്ള സർവശക്തികളും ശക്തികളിൽ നിന്ന് തമ്മിലുള്ള അർത്ഥമല്ല. കാരണം അവിടെ വേണ്ടി ആർക്കും ഒരു ശക്തിയില്ല. എന്നാലും നമുക്കങ്ങനെ പ്രയോഗം, നാളെ പ്രയോഗം. അമേരിക്ക മറ്റേ ശക്തിയാണ്, റഷ്യ ഈ ശക്തിയാണ്, ഏത് ശക്തി? 5 വിഷയങ്ങളിലൊക്കെ എല്ലാം അള്ളാഹുവിന് നിക്ഷിപ്തമാണ്. ഒരു സാധാരണ പ്രയോഗം, നാളെ പ്രയോഗം. എല്ലാവരും
കൂടി സമ്മേളിച്ചാൽ, മനുഷ്യരും ജിന്നുകളും മലക്കുകളും എല്ലാവരും കൂടി സമ്മേളിച്ചാൽ ഒരു പരമാണുവിനെ പോലും ചലനാത്മകമാക്കാനോ നിശ്ചലമാക്കാനോ ദൈവഹിതം കൂടാതെ അവർക്ക് സാധ്യമല്ല. കാരണം അല്ലാഹു എല്ലാ ദൈവാശ്രയത്തിന് വിധേയമാണ്. എത്രത്തോളം അഹ്ലുസുന്നത്തുവൽജമാഅയുടെ അഖീദ പ്രകാരം നാം സാധാരണഗതിയിൽ വിശപ്പടക്കാൻ ഭക്ഷണം കഴിക്കുന്നു, ദാഹശമനത്തിന് വെള്ളം കുടിക്കുന്നു, രോഗശമനത്തിന് മരുന്ന് കഴിക്കുന്നു, മുറിക്കാൻ കത്തി ഉപയോഗിക്കുന്നു, കഴിക്കാൻ തീ ഉപയോഗിക്കുന്നു. നമ്മുടെ വിശ്വാസം എന്താണെന്നോ, ഇതൊക്കെ അസ്ബാബുകൾ, നിമിത്തങ്ങൾ മാത്രമാണ്. സാധിപ്പിച്ചു തരുന്നവൻ അല്ലാഹു മാത്രമാകുന്നു. ഇതൊക്കെ നിമിത്തങ്ങളാണ്. രോഗം വന്നാൽ മരുന്ന് കഴിക്കുന്ന ആരാണ്? കാപ്പി രോഗം സുഖപ്പെടുത്തുന്ന ആരാ? ഡോക്ടറല്ല, മരുന്നല്ല, അള്ളയാണ്. എന്നാ അള്ളയാണ് സുഖപ്പെടുത്തുന്നതെന്ന് പറഞ്ഞിട്ട് പെന്തിക്കോസ്തുകാരെ മാറി ഇരിക്കാറുണ്ടോ? ഇല്ല, മരുന്ന് കഴിക്കാറുണ്ട്, ഡോക്ടറെ സമീപിക്കാറുണ്ട്. ഈ മരുന്ന് കഴിക്കുന്നു, ഡോക്ടറെ സമീപിക്കുന്നു എന്നതുകൊണ്ട് ദൈവവിശ്വാസത്തിന് വല്ല കോറൽ എഴുതിയിട്ടുണ്ടോ? ഇല്ല. അന്തിമമായി കാപ്പി അല്ലാഹു മാത്രമാണ്. പിന്നെ ഡോക്ടറെ സമീപിച്ചതും മരുന്ന് കഴിക്കുന്നതും ഏതടിസ്ഥാനത്തിലാണ്? അത് രോഗശമനത്തിന് അല്ലാഹു നിശ്ചയിച്ച ഒരു നിമിത്തം മാത്രമാകുന്നു, സബബ് മാത്രമാകുന്നു. ഈ വിശ്വാസം എന്നാ ഈ വിശ്വാസമുള്ളവർക്ക് പറഞ്ഞുകൊണ്ട് ഡോക്ടറെ കാണുമ്പോഴൊക്കെ ഓരോ തവണ സമീപിക്കുമ്പോഴും ഡോക്ടറെ, നിങ്ങൾ അല്ലാഹു നിശ്ചയിച്ചൊരു നിമിത്തം എന്ന നിലക്കാണ് നിങ്ങൾ മരുന്ന് ഞാൻ കഴിക്കുന്നത്, നിങ്ങൾ കാക്കയല്ല, എന്റെ ആക്കിയതൊക്കെ ക്ലിയറാണ്, ആ നിലക്കാണ് ഞാൻ നിങ്ങളെ കാണുന്നത് എന്ന മുഖവരിയോടുകൂടി സമീപിക്കേണ്ടതുണ്ടോ? വിശ്വാസം അല്ലാതെ ഓരോ തവണ ഈ കൺസൾട്ടേഷന് ചെല്ലുമ്പോഴൊക്കെ ഡോക്ടറോട് പറയാൻ നടക്കട്ടാലും ചിലപ്പോ ഇയാൾക്ക് വേറെ എപ്പോഴുണ്ടോ ഉണ്ടായിക്കോളാം. നമുക്കാരും വിശ്വാസമാണ്, നമ്മുടെയൊക്കെ വിശ്വാസമാണ്. ഇതാ ബോധ്യവതി ഓരാത്തവരൊക്കെ വിശ്വാസം. ഇത് മരുന്നിന്റെ മാത്രം ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം. ഭക്ഷണം നമ്മൾ ഭക്ഷിക്കാറുണ്ട്, ആഹാരം കഴിക്കും, വിശപ്പടക്കാൻ. വിശപ്പടക്കാൻ അല്ലാഹു നിശ്ചയിച്ച നിമിത്തമാണെന്ന് ആഹരിക്കരുത്. വിശപ്പ് അടക്കി തരുന്നവൻ അല്ലാഹു. ഒന്നുമല്ലത് യുദ്ധം. അല്ലാഹുവാണ് ഭക്ഷിപ്പിക്കുന്നവൻ, അല്ലാഹുവാണ് വിശപ്പടക്കുന്നവൻ. ദാഹശമനത്തിന് വെള്ളം കുടിക്കുന്നു, അല്ലാഹു നിശ്ചയിച്ച നിമിത്താണ്. ദാഹം ശമിപ്പിക്കുന്നവൻ അള്ളയാണ്. വെള്ളം കുടിക്കാനുള്ള അള്ളാഹു നിശ്ചയിച്ചൊരു സബബ, ഒരു നിമിത്താണ്. എന്നാ കുടിക്കുമ്പോഴൊക്കെ പറഞ്ഞു കുടിക്കണം. ഞാൻ പറഞ്ഞ കുടിക്കാവും വിശ്വാസം. ഈ രീതിയിൽ ഏത് കാര്യവും അള്ളാഹു നിശ്ചയിച്ച നിമിത്തങ്ങൾ അന്തിമമായി എല്ലാം സാധിപ്പിച്ചു തരുന്നവൻ അള്ളാഹുവാണ്. ഏതുവരെ? ഞാൻ ഉയർത്തിയ കൈ താഴ്ത്താൻ, താഴ്ത്തിയ കൈ പൊക്കാൻ അള്ളാഹുവിനെ ആശ്രയിക്കാതെ സാധ്യമല്ല. എന്തുകൊണ്ട്? അള്ളാഹു അന്തുമുൽ ഫുഖറാഇലല്ലാ, നിങ്ങൾ സദാ സമയവും അള്ളാഹുവിനെ ആശ്രയിക്കുന്നവരാണ്. അള്ളാഹുവാകട്ടെ ഒരിക്കലും ഒരു വസ്തുവിനെയും ആശ്രയിക്കുന്നില്ല. ഈ വിശ്വാസം വെച്ചു പുലർത്തുന്ന നാം നമ്മുടെ വിശ്വാസപ്രകാരം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ വേനെന്താ? നീ അല്ലാതെ ഒന്നിനെയും ഒരാളെയും ഞങ്ങൾ ആരാധിക്കില്ല. ഒന്നിനെ ഒരാളെ ആരാധിക്കില്ല. കാരണം അല്ലാഹു അല്ലാത്തവരെ, അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നത് ശിർക്കാണ്, പൊറുക്കപ്പെടാത്ത പാപമാണ്. അതുകൊണ്ട് ഇയ്യാക്കനാകുന്നു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. ഇയ്യാക്കനാകുന്നു, നിന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ നീ അല്ലാതെ മരിച്ചവരെ ഞങ്ങൾ ആരാധിക്കുക, ജീവിച്ചിരിക്കുന്നവരെ ആരാധിക്കുന്ന അല്ല. നീ അല്ലാതെ ഒന്നിനെയും ഒരാളെ ആരാധിക്കുക. ഹയ്യക്കാനാവും മൈത്തനുണ്ടെന്നാണ്, നിന്നെ മാത്രമേ ആരാധിക്കൂ. തുടർന്ന് പറഞ്ഞു ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം കൊടുക്കുന്നു. നിന്നോട് മാത്രം എന്ന് പറഞ്ഞാൽ അതിന്റെ വേനെന്താ?
നീ അല്ലാതെ മരിച്ചവരോട് കേൾക്കാണോ? അതല്ല, നീ അല്ലാതെ ഒന്നിനോടും ഒരാളോടും കേൾക്കാണോ? ഹയ്യണ്ടാകാൻ മൈത്തനകമാവൻ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു പറഞ്ഞാൽ നീ അല്ലാതെ ഒന്നിനോടും ഒരാളോടും ഞങ്ങൾ സഹായം തേടില്ല. ഹയ്യണ്ടാകാൻ മൈത്തനകം. എന്നാൽ പിന്നെ നമ്മൾ പരസ്പരം ജീവിച്ചിരിക്കുമ്പോൾ സഹായം തേടണോ? മറ്റോട്ടലെ കേൾക്കോളൂ. ജീവിച്ചിരിക്കുന്നത് നമ്മൾ സഹായം തേടണോ? അത് ഇയാൾക്ക് എത്താനും എതിരാണോ? അല്ലേ? ഇയാൾക്ക് ആകുന്നു എന്ന് പറഞ്ഞാൽ മരിച്ചവരെ ആരാധിക്കാൻ പാടില്ല, ജീവിച്ചിരിക്കുന്നവർ നമ്മൾ തമ്മിൽ ആരാധിക്കാണോ? ഇല്ലല്ലോ. ഇയാൾക്ക് ആകുന്നത് അവിടെ ഒരു വിട്ടുവീഴ്ചയില്ല. ഇയാൾക്ക് എത്രയും അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് എല്ലാവർക്കും ഉണ്ട്. എന്താ തമ്മിൽ വ്യത്യാസം? വ്യത്യാസം കൊണ്ടാണ് രണ്ടായി പറഞ്ഞത്. രണ്ടും ഒന്നാണെങ്കിൽ കൂടാൻ രണ്ടായി പറയില്ലോ. ഇയാൾക്ക് ആകുന്നതോ ഇയാൾക്ക് എത്താനോ എന്നത് രണ്ടായത് കൊണ്ടാണ് രണ്ടായി പറഞ്ഞത്. രണ്ടും ഒന്നാണെങ്കിൽ എന്താ രണ്ടായി പറയുന്നത്? രണ്ടും രണ്ടായി പറഞ്ഞത് രണ്ടായി പറഞ്ഞത്. ഇയാൾക്കായിരുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തോന്നുന്നു എന്ന് പറഞ്ഞാൽ മാലക്കും ദൂരില്ലാഹിനി ഒരേയും ഒരാണ് ഒത്തിരി. നിങ്ങൾക്ക് വേറെ ഒരു സംരക്ഷകരുമില്ല, വേറെ സഹായില്ല. അള്ളാഹ് മാത്രമേ ഉള്ളൂ സംരക്ഷകൻ, അള്ളാഹ് മാത്രമേ ഉള്ളൂ സഹായി. അതുകൊണ്ട് അള്ളാഹിനോടല്ലാതെ നിങ്ങൾ സംരക്ഷണം അല്ലെങ്കിൽ സഹായം തരാൻ പാടില്ല. ഇയാൾക്കാണ് അങ്ങനെയാണ്. എന്നാ പിന്നെ ഞാനവരെയാകുന്നു പറഞ്ഞതോ? അല്ലെങ്കിൽ ഞാൻ അൻസാറുള്ളാന്ന് പറഞ്ഞതോ? അതല്ലെങ്കിൽ നിങ്ങൾ മുഹാജിരീനോ അൻസാറെന്ന് പറഞ്ഞതോ? അത് അല്ലാഹുതആല നിശ്ചയിച്ച നിമിത്തങ്ങളാണ്, അസ്ബാബുകളാണ്. ഏതുപോലെ രോഗം ശരിയാക്കുന്നവൻ അല്ലാഹുവല്ലേ? മരുന്ന് കഴിക്കണോ? അള്ളാഹ് നിശ്ചയിച്ച പ്രവർത്തനം. വിശപ്പടക്കുന്നവൻ അല്ലാഹുവല്ലേ? ഭക്ഷണം കഴിക്കുന്നതോ അള്ളാഹ് നിശ്ചയിച്ച നിമിത്തമാണ്. ദാഹശമനം വരുത്തുന്നവൻ അല്ലാഹുവല്ലേ? അതെ. വെള്ളം കുടിക്കുന്നതോ അള്ളാഹ് നിശ്ചയിച്ച നിമിത്തമാണ്. സഹായിക്കുന്നവൻ അല്ലാഹു മാത്രമല്ലേ? അതെ. പിന്നെ മറ്റൊരു സഹായം കഴിഞ്ഞതോ അള്ളാഹ് നിശ്ചയിച്ച നിമിത്തമാണ്. അള്ളാഹു നിശ്ചയിച്ച നിമിത്തമാണ്. എന്നാൽ നിശ്ചയിക്കപ്പെട്ട നിമിത്തങ്ങളിൽ അങ്ങനെയൊന്നുണ്ടോ? അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുന്നത് 4 തരത്തിലുണ്ടാവാം. 4 തരത്തിൽ. ഒന്ന് ജീവിച്ചിരിക്കുന്നവരോട് സഹായം തേടുക. നല്ലോണം മനസ്സിലായിപ്പോയി. ഒന്ന് ജീവിച്ചിരിക്കുന്നവരോട് സഹായം തേടുക. ഞാനും നിങ്ങൾ പരസ്പരം സഹായം തേടുന്നത് പോലെ അല്ലാത്തവരോടാണ് ജീവിച്ചിരിക്കുന്നവരോട് സഹായം തേടുക. അതിന്റെ പ്രശ്നം എന്താ? അതിന്റെ കറായ വിധി എന്താ? അതിൽ അനുവദിക്കപ്പെട്ടതുകൊണ്ട് വിലക്കപ്പെട്ടതുണ്ട്. മരിച്ചിട്ടൊന്നും വേണ്ട, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ. അതിൽ അനുവദിക്കപ്പെട്ടതുകൊണ്ട് വിലക്കപ്പെട്ടതുണ്ട്. ഉദാഹരണം, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ മുവഹിദീങ്ങൾ പുട്ടണത്തിൽ പോയി ചികിത്സാർത്ഥം അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ അഡ്മിഷന്റെ ആവശ്യത്തിന് സത്യസായി ബാബയെ കണ്ടു. അയാളുടെ ആശുപത്രിയിൽ അല്ലെങ്കിൽ അയാളുടെ വിദ്യാലയത്തിൽ ഒരു ആൾക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി അയാളോട് സഹായം തേടി. ഒരു കുഴപ്പമില്ല. അയാൾ ദൈവാന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, അവർക്ക് കുറച്ച് മുടിയധികം തന്നെ നമ്മൾ വിചാരിച്ചോളൂ. അയാൾ സാധാരണ മനുഷ്യനാണ്. പിന്നെ അയാളോട് എന്തെങ്കിലും സഹായം തേടി. അവിടെ കുറച്ച് സൗകര്യമുള്ള ആശുപത്രിയിൽ വലിയ ഫീസ് വരുന്നില്ല. അപ്പൊ നാം പോയോക്കാന്ന് വിചാരിച്ചു. ഞാൻ പോയിരുന്നു. പോയി നോക്കി. അയാൾ ആശുപത്രി കാണാൻ പോയത്. അയാൾ ദൈവാന്ന് വിചാരിച്ചത് നന്നായിരിക്കാറുണ്ട്. അത് കാണാൻ പോയി. ഞാൻ കാണുന്നത് ഞാൻ യാത്ര കമ്പക്കാരനാണ്. വലിയ യാത്ര കൂടിയാണ്. അപ്പൊ അയാളെ പോയി സഹായം തരാം. അല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥി അഡ്മിഷൻ എഞ്ചിനീയറിംഗ് കോളേജിലാണ്, മെഡിക്കൽ കോളേജ്, വലിയ വലിയ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. ഇവിടെ ഒന്നും ബിടെക്കിന് അഡ്മിഷൻ കിട്ടില്ല. ഇപ്പൊ കടക്കാൻ കൊടുക്കാൻ പോകുന്നുണ്ട്. അപ്പം കേൾക്കും. അതല്ലെങ്കിൽ മെഡിസിന് അഡ്മിഷൻ കിട്ടിയില്ല. അവിടെ പോയി 10 ഗ്രൂപ്പോ 2 ഗ്രൂപ്പ് എടുത്ത് മോശമില്ലാത്ത മാർക്ക് കിട്ടിയിട്ട് ഇവിടെ പ്രസിദ്ധീകരിച്ച് കിട്ടിയില്ല. മുസ്ലിം ഒരാൾ പോയി. അത് സുന്നി പോയി, മുജാഹിദ് പോയി, ജമാഅത്ത് പോയി, ആര് പോയാലും ആരെങ്കിലും മുസ്ലിം പോയി, അമുസ്ലിം പോയി. അയാളുടെ താങ്കളുടെ പ്രശ്നമെന്താ? ഒരു വിരോധമല്ല. നേരെ മറിച്ച് സായിബാബ ദൈവമാണെന്ന് വിശ്വസിക്കുന്ന വേറെ ചിലരുണ്ട്. അവർ പോയി അദ്ദേഹത്തോട് സഹായം തേടിയാലോ? അത് ശിർക്കാ. എന്താ വ്യത്യാസം? ഒരേ ശക്തിയോട് അല്ലെങ്കിൽ ഒരു വ്യക്തിത്വത്തോട് 2 ആളുകളുടെ സമീപനം 2 തരത്തിലാണ്.
എന്താ രണ്ട് തരാൻ കാരണം രണ്ടാളുടെ വിശ്വാസത്തിലെ വ്യത്യാസമാണ്. ഇനി ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ നാട്ടിലെ സ്ഥിതി കാരണം ഞങ്ങളുടെയൊക്കെ നാട്ടിൽ വലിയ കാളകൂട്ട് കമ്പക്കാരുണ്ട്. അറബികളിൽ ഒട്ടകടയിലുള്ളത് പോലെ വലിയ കാളകൂട്ട് കമ്പക്കാരുണ്ട്. ഇയാളുടെ കാളകൾ നല്ല ഉഷാറായിട്ട് ഓടിയപ്പോ കയറി വരുമ്പോ കാളന്റെ കാര്യത്തിൽ മാറി കൊടുക്കും. എന്റെ ഉസ്മന്ത ചുരുക്കാവുക, ചുരുക്കൊന്നാവില്ല. അത് പാഴ്വേലെന്ന് പറയും. അത് വലിയ ഇതിന്റെ ഹരളാണെന്ന് പറയാം. മറ്റൊരാള് വിനോബജിന്റെ ആള് അതേ കാളെ കഴുപ്പിലൊരു പൂവ് വെച്ചുകൊടുത്തു, മാല മുതൽ പൂവ് കഴിച്ചിട്ടാണ്. കാരണം വിനോബജിന്റെ ആള് പശുവും മൂല്യമൊക്കെ ദൈവാന്ന് കഴിച്ചു നടക്കാറ്. ആ വിശ്വാസത്തിലാണ് പൂവ് വെച്ചതെങ്കിൽ ചുരുക്കാണ്. ആ വിശ്വാസമില്ലാതെ ഒരു പൂവല്ല, പൂ മാല തന്നെ കാലം ചുരുക്കമല്ല. ഒരു ജീവിയോട് രണ്ടാളുകളുടെ തുല്യ നിലവാരത്തിലുള്ള സമീപനം രണ്ട് തരത്തിലാവുന്നു. എന്താ കാരണം? വിശ്വാസത്തിലുള്ള വിശ്വാസം. ഒരാൾ വിശ്വസിച്ചത് ഇതൊരു നാൽക്കാലിയാണല്ലോ, മര്യാദ കോടിയിലേക്ക് അപ്പത്തനെ കുറിച്ച് അർത്ഥം ചെയ്യുമോ തന്നെ മാലട്ടവരണം. ഒരുത്തം വിചാരിച്ചത് നാൽക്കാലിയാണെന്ന്, അവർ വിശ്വസിച്ചത് ഇത് ദൈവമാണ്. അപ്പൊ വിശ്വാസത്തിനനുസരിച്ചാണ് ജീവിച്ചിരിക്കുന്ന ആളോട് സഹായം ചെയ്യുന്നതിന്റെ കുറ്റമാണ്. എന്നെപ്പോലൊരു സാധാരണക്കാരൻ അല്ലെങ്കിൽ പരസ്പരം സഹായിക്കാൻ അവ നിശ്ചയിച്ച നിമിത്തം എന്ന രീതിയിലാണെങ്കിൽ ഒരു കുഴപ്പമല്ല. ദിവ്യത്വം മനസ്സിൽ വിശ്വസിച്ചുകൊണ്ടാണെങ്കിലോ ചുരുക്കാണ്. ഇത് ജീവിച്ചിരിക്കുന്നവർ പരസ്പരം സഹായം ചെയ്യുന്നതാണ്, മരിച്ചതൊന്നും വേണ്ടതല്ല. അവ ജീവിച്ചിരിക്കുന്നവരോട് സഹായം തേടുന്നത് പോലും ചുരുക്കാവും, മരിച്ചിട്ടൊന്നും വേണ്ട. ജീവിച്ചിരിക്കുന്നവരോട് സഹായം തേടുന്നത് പോലും ചുരുക്കാവും, മരിക്കാൻ കാത്തിരിക്കണ്ട. സത്യസായിബാബിന്റെ ആളുകൾ, അയാളുടെ ആരാധകര്, അയാൾ ദിവ്യത്വം ആരോപിക്കുന്ന ആളുകൾ അദ്ദേഹത്തോട് സഹായം തേടുന്നത് ചുരുക്കാണ്, കൊടുക്കപ്പെടാത്ത പാപാണ്. അയാൾ മരിക്കാൻ കാത്തിരിക്കണം. അയാൾ മരിച്ചിട്ടും വേണ്ട, യാതൊരു വേണ്ട, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ. അതൊന്ന് ജീവിച്ചിരിക്കുന്നവർ പരസ്പരം സഹായം തേടുക. ജീവിച്ചിരിക്കുന്നവർ സഹായം തേടുന്നതിൽ അനുവദിക്കപ്പെട്ടതുകൊണ്ട് വിലക്കപ്പെട്ടതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പ്രകാരം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ട്, മരിച്ചവരോട് സഹായം തേടുക. മരിച്ചവരോട് സഹായം തേടുക. ആളുകൾ മുഴുവൻ മരിച്ച് മയക്കറിയിൽ ഒരുമിച്ച് കൂട്ടിയാൽ എല്ലാവരും കൂടി ആദ്യ വിദ്യാലയത്തിലാണ് സമീപിച്ച് സഹായം കൊടുക്കും. ഹദീസിലുള്ളത് എത്ര വയസ്സിനാണെന്ന് സഹായം കൊടുക്കും. ആദ്യം പറയും, പൊന്നാര മക്കളെ, നിങ്ങൾ ദുന്യാവിലെ വിശ്വാസ കഴിഞ്ഞാൽ മഴത്തറയിൽ വിശ്വാസക്കാണോ വരുന്നത്, ശരിയല്ല എന്ന് പറയും. ഇല്ല, അതിന്റെ മേലെ ഇത്ര അടുത്ത ആൾക്കും കൊടുക്കും. ഇതേ സങ്കടം അത്രയും ഇത്രയും. അങ്ങനെ ഓരോരുത്തരെയും സമീപിച്ച് സഹായം തേടും. മരിച്ചവരോട് സഹായം തേടുന്നു. ദാറുൽ ആവട്ടെ, അങ്ങനെ സംഭവം. മൂന്ന്, മരിച്ചവർ ജീവിച്ചിരിക്കുന്നവരോട് സഹായം തേടുക. മരിച്ചവർ ജീവിച്ചിരിക്കുന്നവരോട് സഹായം തേടുക. ഇതുപോലെ സ്വാലിഹീങ്ങൾ മരണപ്പെട്ടാൽ അവരുടെ ജനാസ കൊണ്ടുപോകുമ്പോൾ അവർ കൊണ്ടുപോകുന്ന ആളുകളോട് പറയും, കത്തിമൂനി കൂട്ടുകാരെ ഇങ്ങനെ വേഗം കൊണ്ടുപോയി സഹായിക്കും, നിങ്ങൾ പെരടിയിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കേണ്ട, ഞാൻ മഹാഭാഗ്യത്തിലേക്കാണ് പോകാൻ പോണത് സ്വാലിഹീങ്ങൾ പറയും. അപ്പൊ മരിച്ച ആള് ജീവിച്ചിരിക്കുന്നവരോട് സഹായം തേടുക. ആ മരിച്ച വ്യക്തി എന്നാണ് പറയാം, ഓക്കെ. എന്നാലും അത് മൂന്നാമതൊരു സാധ്യത. അപ്പോൾ ഒന്ന് ജീവിച്ചിരിക്കുന്നവരോട്, രണ്ട് മരിച്ചവരോട്, മൂന്ന് മരിച്ചവർ ജീവിച്ചിരിക്കുന്നവരോട് സഹായം തേടുക. നാല്, ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരോട് സഹായം തേടുക. ഇവിടെ മാത്രമേ തർക്കേണ്ടിയിരുന്നൊരു കാര്യമില്ല. നാലും വിശദമായി സംസാരിക്കണം. ചില ആളുകൾ എത്രയും ആളുകൾ പറഞ്ഞു കുടുങ്ങിയതാണ് പാവം. അങ്ങനെ ഉണ്ടാവില്ല. ചില വട്ടം മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാലുണ്ട്, പിന്നെ അത് തീരുമാനിക്കാതെ വിഷമമുണ്ടാവും. അങ്ങനെ പ്രത്യേക ഇഷ്ടമായിട്ടൊന്നും എടുക്കേണ്ടതില്ല. കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുക. ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരോട് സഹായം തേടുക എന്ന് പറയുമ്പോ അത് അനുവദിക്കപ്പെട്ടതുകൊണ്ട് വിലക്കപ്പെട്ടതുകൊണ്ട്. അത് രണ്ടും ഉണ്ടാകാനുള്ള കാരണം എന്താ?
ഈ ജീവിച്ചിരിക്കുന്ന ദാർസ് ഗ്രീക്കരായതുകൊണ്ട് അതുകൊണ്ട് അനുഭവിക്കപ്പെട്ടവരക്കപ്പെട്ടവണ്ടായിരുന്നില്ല. ആദ്യം നമ്മൾ തന്നെ മറ്റൊരു രണ്ട് ദാർസ് ഗ്രീക്കരല്ലാത്തതുകൊണ്ട് നമ്മൾ വരാൻ പോകുന്നത്. ഇതിൽ അനുവദിക്കപ്പെട്ടതുകൊണ്ട് വിളക്കപ്പെട്ടതുകൊണ്ട് മരിച്ച ആളുകളോട് സഹായം തേടുന്നത് അള്ളാഹു നിശ്ചയിച്ച, അവന്റെ പ്രവാചകൻ നിശ്ചയിച്ച, ശാരികൾ നിശ്ചയിച്ച ഒരു നിമിത്തമാണ് എന്ന നിലക്ക് മാത്രമാണെങ്കിൽ വിരോധമല്ല. മരിച്ചാൽ ദൈവമാണെന്ന് വിശ്വസിക്കുകയാണെങ്കിലോ ചുരുക്കാണ്. അത് മരിച്ചിട്ട് വേണം, ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ചുരുക്കന്നെയാണ്. അപ്പോൾ ഈ വിശ്വാസത്തെ തുടർന്നാണ് അത് ചുരുക്കാണോ അനുവദിക്കപ്പെട്ടതാണോ എന്ന് തീരുമാനിക്കേണ്ടത്. പിന്നെ ഇവിടെ വേറെ ചില കാര്യങ്ങൾ കൂടി അനുബന്ധം ആലോചിക്കണം. മരിച്ചാൽ കേൾക്കാൻ കഴിയോ? മരിച്ച ആളുകൾ ഇതൊക്കെ അറിയോ? മരിച്ച ആളുകളുടെ അവസ്ഥ എന്താണ് ആലോചിക്കണം. അങ്ങനെ ആ വിഷയം ആലോചിച്ചാക്കാൻ സഹായം തേടൽ മാത്രം. ജീവിച്ചിരിക്കാന്ന് പറഞ്ഞാൽ എന്താ? ജീവിച്ചിരിക്കാന്ന് പറഞ്ഞാൽ മാതാവ് ജന്മം നൽകിയ ശേഷം ഉടനെ ആ കാലത്ത് നൽകിയ ഒരു പ്രവണത മുസ്ലിം ലോകത്ത് നിലവിലുണ്ട്. അല്ലാതെ ഞങ്ങളെ വെച്ച് മൂല്യന്മാരെ കൂടി തീരുമാനമുണ്ടാക്കിയ നല്ലത്. ഉലവന്നവും പിള്ളറും അമ്മുതവും ജാവുകവർത്തവെന്ന് വന്ന സൂറത്തുൽ നിസായിലെ ഈ ആയത്തിന് ഇമാം ഖുർത്തുബി നൽകിയ തഫ്സീറിൽ ഈ സംഭവം വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇബ്നു കസീറും ഉണ്ട് എന്നാണ് എന്റെ ഓർമ്മ. ഖുർത്തുബിയിൽ തീർച്ചയായിട്ടും ഉണ്ട്, ഇബ്നു കസീറും ഉണ്ട്, ഓർമ്മ നല്ലുണ്ട്. മറ്റു തഫ്സീറുകളിലും കാണും ഈ സംഭവം. അതാണ് غير حسر وعدد لك أشكو فيه يا سيدي خير النبي. പാപം ചെയ്ത ആളുകൾ പ്രവാചകരെ സമീപിച്ച് പരാതിപ്പെടാറുണ്ട്. അതാണ് സഹാബത്ത്. അത് റസൂലുള്ളാഹിയുടെ ജീവിതകാലത്ത് മാത്രമല്ല, തങ്ങളുടെ വഫാത്തിന് ശേഷം മഹാന്മാരായ സഹാബത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു നിമിത്തം ശാരീരിക നിശ്ചയിച്ചതാണ്. അതിനെ എതിർക്കേണ്ടതില്ല, വിമർശിക്കപ്പെടേണ്ടതില്ല. സഹാബത്ത് മുതൽ നിലനിർത്തിപ്പോരുന്ന സമ്പ്രദായമാണ് അർത്ഥം. പിന്നെ വിമർശിക്കാൻ പറയാനുള്ള ന്യായവാദങ്ങൾ എന്തൊക്കെയാണ്? ഓരോരുത്തർക്ക് സ്വന്തമായി ശരി എന്ന് തോന്നുന്ന തുറങ്ങായങ്ങൾ സ്വന്തമായി കണ്ടെത്തി തങ്ങളുടെ ഇഷ്ടപ്രകാരം ന്യായവാദങ്ങൾ ഉണ്ടാക്കി വിമർശിക്കാൻ വേണ്ടി ശരിയല്ല. പ്രമാണങ്ങളുടെ പിൻബലവും പ്രാമാണികത അംഗീകാരവും ഉണ്ടെന്ന് വന്നാൽ പിന്നെ മുസ്ലിങ്ങൾ അതിനെ വിമർശിക്കുന്നത് ന്യായമല്ല, ശരിയല്ല. ഒരു പരിശോധിക്കേണ്ട എന്താണ്? പ്രമാണങ്ങളിൽ പരാമർശമുണ്ടോ? പ്രാമാണികർ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? എങ്കിൽ പിന്നെ നമ്മുടെ ഭാഗത്തു നിന്ന് വിമർശനം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതാണ് നമ്മൾ ഈ കാര്യത്തിൽ സ്വീകരിക്കേണ്ട സമീപനം എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി ഒന്നുകൂടി ഞാൻ പറയുന്നത്, പൂർവ്വകാല ഇമാമിങ്ങൾ മഹത്വങ്ങൾ, ഇമാം തുർക്കിയെ പോലുള്ള മഹാന്മാരൊക്കെ ഈ വിഷയകമായി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. മഹാന്മാരെ കൊണ്ട് ഇടപെടുക, മഹാന്മാരുടെ സഹായങ്ങൾ ഇത്യാദി വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അതിനുവേണ്ടി മാത്രം പ്രത്യേക കിതാബുകളെ വെച്ചിട്ടുണ്ട്. അതൊക്കെ മുത്താലാക്കിയിട്ടും അതിനുള്ള ഉള്ളടക്കങ്ങൾ വായിച്ചിട്ടും അംഗീകരിച്ചിട്ടൊക്കെയാണ് മുസ്ലിം ലോകങ്ങളുടെ സമ്പ്രദായം നിലനിർത്തിപ്പോകുന്നത്. അല്ലാതെ ഞങ്ങൾ കുറച്ച് സാധുക്കൾ കൂടി തീരുമാനിച്ചതൊന്നുമല്ല. അങ്ങനെ തെറ്റിദ്ധാരണ നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ട. കാര്യങ്ങളുടെ നിജത്തിന് ഗ്രഹിക്കാൻ തയ്യാറാവണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ആകയാൽ ഇവിടെ അന്ധവിശ്വാസം എന്ന ആക്ഷേപം ഒട്ടും ശരിയല്ല. അത് മാത്രമല്ല, ഈ മഹാന്മാരുടെ പേരിൽ അമ്പിയ ഔലിയാക്കന്മാരെ കൊണ്ട് ഇടപെടുന്നതോടുപോലെ തന്നെ ആ അമ്പിയ ഔലിയാക്കന്മാരുടെ പേരിലുള്ള മൗലൂദുകൾ, മാലപ്പാട്ടുകൾ മുസ്ലിം ലോകത്ത് പ്രചാരത്തിലൊന്നുള്ളത് ശരിയാണ്. കേരളത്തിൽ മാത്രമല്ല, മുസ്ലിം ലോകത്ത് ഞങ്ങൾ സമ്മതിക്കുന്നു. ആരാണ് ഈ മൗലൂദ് തുടങ്ങിയത്? എന്താണ് അതിന് അടിസ്ഥാനം? അമ്പിയ ഔലിയാക്കന്മാരുടെ ജീവചരിത്രം വിശദീകരിക്കുക, അവരുടെ അപദാനങ്ങൾ വാഴ്ത്തി പറയുക, അവരിൽ നിന്നുണ്ടായ അത്ഭുത സിദ്ധികൾ അനുസ്മരിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അങ്ങനെ ചെയ്യാനുള്ള താത്വികമായ അംഗീകാരം വിശുദ്ധ ഖുർആനിലുണ്ട്. കാരണം ഖുർആൻ അമ്പിയ ഔലിയാക്കന്മാരുടെ ജീവചരിത്രം വിശദീകരിച്ചിരിക്കുന്നു, അപദാനങ്ങൾ വാഴ്ത്തി പറഞ്ഞിരിക്കുന്നു, മുഅ്ജിസാത്ത് കറാമാത്തുകൾ അനുസ്മരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് താത്വികമായ അംഗീകാരം ഖുർആനിലുണ്ട് എന്ന് ഞാൻ അവകാശപ്പെടുന്നത്. എന്നാൽ പിന്നെ മൗലൂദ് എന്ന പേരിൽ മുസ്ലിം ലോകത്ത് ഉത്തമ നൂറ്റാണ്ടുകാർ ഈ സമ്പ്രദായം നിലനിർത്തി പോന്നിട്ടുണ്ടോ?
ചില ആളുകൾ പറയുന്നത് മുദഫർ രാജാവിന്റെ കാലത്തുണ്ടായതാണ്, നൂറ്റാണ്ടുകൾ പിന്നിട്ട ശേഷം പിൽക്കാലത്തുണ്ടായതാണ് എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ പാടിയിട്ടുണ്ട്. പറഞ്ഞവർക്കും പാടിയവർക്കുമൊക്കെ അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, അതൊന്നും ശരിയല്ല. സഹാബത്തിന്റെ കാലം മുതൽക്ക് തന്നെ ഈ സമ്പ്രദായം നിലവിലുണ്ട് എന്നതാണ് സത്യം. ഞാൻ കുറച്ച് സംഭവം പറയുന്നു. താബിഈങ്ങളിൽ പ്രമുഖനായ ഹസൻ ബസരി റളിയല്ലാഹു തആല പറഞ്ഞു, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയുന്നത് 300-ലധികം സഹാബിവര്യന്മാരുടെ അദ്ദേഹം താമസിച്ചു. അതിൽ തന്നെ 60 പേർ ബദറിൽ പങ്കെടുത്തവരും ആയിരുന്നു. ബദറിൽ പങ്കെടുത്തവർക്ക് പ്രത്യേക മഹാത്മ്യമുണ്ടെന്ന് ഖുർആൻ പറഞ്ഞതാണ്. ബദറിൽ പങ്കെടുത്ത 60 പേർ ഉൾപ്പെടെ 300-ലധികം സഹാബിവര്യന്മാരോട് സഹവർത്തിക്കാനും അവരിൽ നിന്ന് ദീൻ കാര്യങ്ങൾ ഗ്രഹിക്കാനും സൗഭാഗ്യം ലഭിച്ച ഹസൻ ബസരി റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞു, എനിക്ക് ഉഹദ് പർവ്വതത്തോളം സ്വർണം ലഭിച്ചാലും പ്രവാചകന്റെ മൗലൂദിന് വേണ്ടി അത് ചെലവഴിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. കേട്ടോ, എനിക്ക് ഉഹദ് പർവ്വതത്തോളം സ്വർണം ലഭിച്ചാലും റസൂലുള്ളാഹിന്റെ മൗലൂദിന് വേണ്ടി അത് ചെലവഴിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇതിന്റെ മൈനെന്താ? ആ കാലം മുതൽക്ക് മൗലൂദിന് തന്നെ. എന്നാൽ പിന്നെ മുദഫർ രാജാവ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ മൗലൂദല്ല, മൗലൂദിന്റെ പേരിലുള്ള കേവല സദ്യയല്ല. ആ കാലം മുതൽക്ക് മൗലൂദിന് തന്നെ. എന്നാൽ പിന്നെ മുദഫർ രാജാവ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ മൗലൂദല്ല, മൗലൂദിന്റെ പേരിലുള്ള കേവല സദ്യയല്ല. ആയിരക്കണക്കിൽ ആട്, 10,000-കണക്കിൽ കോഴിയാൾക്ക് മൗലൂദിന്റെ സദസ്സുകളിൽ രാജകീയ സദ്യ സംഘടിപ്പിക്കാൻ തുടങ്ങിയത് മുദഫർ രാജാവ്. അദ്ദേഹം മൗലൂദിന്റെ തുടക്കക്കാരനല്ല, കേവല സദ്യയുടെ തുടക്കക്കാരനല്ല, രാജകീയ സദ്യയുടെ മാത്രം തുടക്കക്കാരനാണ്. അതിനോടാണ് ആക്ഷേപമുണ്ടെങ്കിൽ വിമർശകർ സദ്യ ലഘൂകരിച്ചാൽ പോലെ മൗലൂദിനെ വിമർശിക്കണം. വലിയ സദ്യ വേണം ഞങ്ങൾ അത് ഓരോരുത്തരും അവനനുസരിച്ചുള്ള സദ്യ ഉണ്ടാക്കുന്നു. അദ്വാചിനാരുടെ സദ്യ എനിക്കുണ്ടാക്കാൻ കഴിയും. ഓരോരുത്തരും അവനനുസരിച്ച് ഉണ്ടാക്കിയതല്ല. അതുകൊണ്ട് തൃപ്തിപ്പെടാൻ നിലനിർത്തി കാണാൻ പറ്റും. അതിന്റെ പേരിൽ ആക്ഷേപം പറയേണ്ടതില്ല. പിന്നെ അതിന്റെ ഉള്ളടക്കം ഇപ്പൊ നമുക്കിടയിൽ ഏറെ പ്രചാരത്തിലുള്ളതാണ് മങ്കൂസ് മൗലൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുള്ളതാണ്. താങ്കളുടെ ജന്മസമയത്തുള്ള അത്ഭുതങ്ങൾ പറയുന്നത്, താങ്കൾ ജനിക്കുന്ന സമയത്ത് ബിംബങ്ങൾ കളകീഴായി വീണു, പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന അഗ്നികുണ്ഡം പൊലിഞ്ഞു, തടാകം പറ്റി, കുന്ന് നദിയായി. ചില ആളുകൾക്ക് കുന്ന് നദിയാണെന്ന് ഇത്രകാലം മനസ്സിലാകുന്നില്ല. അപ്പൊ ഒരാഴ്ച കഴിഞ്ഞ് മനസ്സിലാകാൻ തുടങ്ങി. എങ്ങനെ പറയുന്നു? ഒക്കെ മനസ്സിലാവും, എല്ലാം മനസ്സിലാകും. രീതിയിലെ കാര്യങ്ങൾ പടച്ചോ കാത്ത് രക്ഷിക്കട്ടെ. എന്ന് മനസ്സിലാകാൻ ഇനിയൊക്കെ കാര്യങ്ങൾ പോണത്. കുന്ന് നദിയാവണം, നദി കുന്നാവണം. ജന്മസമയത്തുള്ള അത്ഭുത സംഭവങ്ങളുടെ ഒരു ഹിക്മത്ത് എന്താണ്? നിങ്ങൾ പടച്ച തമ്പുരാൻ ലോകത്തിന്റെ ശ്രദ്ധ ഈ കേന്ദ്ര ബിന്ദുവിലേക്ക് ക്ഷണിക്കാം. പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്ന കേന്ദ്ര ബിന്ദുവിലേക്ക് പടച്ച തമ്പുരാൻ ലോകത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കാം. ശ്രദ്ധ ക്ഷണിക്കലാണ് ഏറ്റവും വലിയ ശ്രദ്ധ ക്ഷണിക്കണം. അതിന്റെ ഹിക്മത്ത്. എന്നാലും ഞാൻ ഇതിലൊക്കെ ആളുകളെ പ്രസംഗിക്കുന്നത് കേട്ടു. അങ്ങനെയൊന്നും ഞങ്ങളുടെ സമയത്തുണ്ടായിട്ടുള്ള കെട്ടുകഥയാണ്. കാടടക്കിയൊരു വഴി മുഴുവൻ വെച്ചില്ല, തക്കാളി തട്ടിക്കൊണ്ടിരിക്കുന്നു, മുഴുവൻ തട്ടിയാലുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഇല്ലാതെ പറയാൻ അത്ര ഒപ്പുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് അങ്ങനെ ഉണ്ടായതായി ഇന്ന ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലെ. അങ്ങനെ പറഞ്ഞാൽ മതി. അതുകൊണ്ട് മര്യാദകളാണ്. ഞാൻ വായിച്ചു. അബൂദാവൂദ് റിവായത്തിൽ ഹദീസിലുണ്ട്, ഇമാം നസായി റിവായത്തിൽ ഹദീസിലുണ്ട്, ഇബ്നു കസീറിന്റെ അൽബിദായത്തുൻ നിഹായയിലുണ്ട്, തബഖാത്ത് ഇബ്നു സഅദിലുണ്ട്, തബഖാത്ത് ഇബ്നു ഹിശാമിലുണ്ട്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മസമയത്തുള്ള അത്ഭുത സംഭവങ്ങൾ, ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ചരിത്രപരമായ പരാമർശങ്ങൾ ചരിത്ര ഗ്രന്ഥത്തിൽ അന്വേഷിച്ചാലല്ലേ കാണും. ഇരിക്കത് ഓരോന്നും കാണുന്നോട്ടല്ല അന്വേഷിക്കാൻ പറ്റും. ചായക്കടയിൽ കയറി ആരെങ്കിലും കാര്യം നടക്കാൻ പറയുന്നത് ഓരോന്നും അതാവിന്റെ മൗലികത്തുകളിൽ അന്വേഷിക്കണ്ടേ? അന്വേഷിക്കണ്ടേ? തങ്ങളുടെ ജന്മസമയത്തുള്ള അത്ഭുത സംഭവങ്ങളൊക്കെ ചരിത്രപരമായ പരാമർശങ്ങളാണ്.
ഈ ചരിത്രപരമായ പരാമർശങ്ങളൊക്കെ എവിടെ അന്വേഷിക്കാം? സയൻസ് ബുക്കിലോ അതോ മാപ്പിലോ? ചരിത്രപരമായ പരാമർശങ്ങൾ കൊല്ലാറ ഹബീബന്മാരെ പരിശോധിക്കേണ്ടത് ചരിത്ര ഗ്രന്ഥങ്ങളിലല്ലേ? എന്നാൽ നിങ്ങൾ പിടിച്ചോ, ഇവര് കത്തിക്കുന്ന അന്യഹായ പരാമർശങ്ങളുണ്ട്, തബക്കാത്തിന് സാധനമുണ്ട്, തബക്കാത്തിന് നിശാമിനുണ്ട്. സിഹാബിക്കയിൽ ഒട്ടും അപ്രധാനമല്ലാത്ത അബൂദാവൂദിന്റെ റിവായത്തിലുണ്ട്, ഇമാം നസായിന്റെ റിവായത്തിലുണ്ട്. അത് മാത്രമല്ലേ മൗലൂദിൽ പറഞ്ഞു. അപ്പൊ ഇല്ലാന്ന് പറയണ്ട, നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നമ്മൾ കണ്ടിട്ടില്ല. ഓ ശരി, നിങ്ങൾ കണ്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ തമ്മിൽ വിമർശിക്കേണ്ട ആക്ഷേപിക്കേണ്ട കാര്യമില്ല. അങ്ങനെയല്ല നമ്മൾ കണ്ടിട്ടുള്ള അങ്ങോട്ട് കാണൂല. അങ്ങനെ ഇന്ത്യ മാറ്റി വിഭജന കാലത്ത് നെഹ്റുവിനെ കുറിച്ച് ജിന്നാ സാഹിബ് പറഞ്ഞു, നെഹ്റു പുള്ളാനൊന്നും പഠിക്കൂല, പഠിച്ചൊന്നും മറക്കൂല. പഠിച്ച മറക്കുക എന്നുള്ളതല്ല, അങ്ങനെ പുള്ളാനൊന്നും പഠിക്കൂല എന്ന വലിയ കണക്കാണ്. അങ്ങനെ പറഞ്ഞാൽ തനിക്കാവില്ല. അപ്പൊ അതുകൊണ്ട് പുതുതായൊന്നും പഠിക്കൂല എന്നുള്ള കൂട്ടത്തിലാകാൻ പാടില്ല. പുതുതായി ചിലതൊക്കെ പഠിക്കേണ്ടി വരും. ഇങ്ങനെ കണ്ടു. അതല്ലെങ്കിൽ തങ്ങളിൽ നിന്നുള്ള അത്ഭുത സംഭവങ്ങൾ ഓരോന്നും അനുസരിച്ചിട്ടുണ്ട്. നിസ്സല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശത്രു പ്രയോഗിക്കാൻ ആവശ്യപ്പെട്ടു. മുഹമ്മദ് ആ കാണുന്ന ചന്ദ്രനെ രണ്ടായി കാണിച്ചു തന്നാൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാവുന്നതാണ്. തങ്ങൾ ചോദിക്കുമ്പോൾ വിശ്വസിക്കോ? അവർ പറഞ്ഞു വിശ്വസിക്കാം. സത്യം പറയുമ്പോൾ അവർക്ക് വിശ്വസിക്കാൻ ആഗ്രഹമുണ്ടായിട്ടല്ല, അവരുടെ കാഴ്ചപ്പാടിൽ അസാധ്യത തോന്നിയൊരു കാര്യം ആവശ്യപ്പെട്ടതാണ്, നടക്കാത്ത കാര്യം ചോദിച്ചതാണ്. തങ്ങൾ വിരലുകൊണ്ട് ആണി കാണിച്ചു, ചന്ദ്രൻ രണ്ടായി പറഞ്ഞു. സൂക്ഷ്മദൃഷ്ടികൾ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ കാണുന്ന വിധത്തിലുള്ള രണ്ട് ഗ്രാഫല്ല, ഏത് പൊട്ടക്കണ്ണനും കാണാവുന്ന വിധം വ്യക്തമായ രണ്ട് ഗ്രാഫ്. ലോകം മുഴുവൻ കണ്ടു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ചന്ദ്രൻ പറഞ്ഞു. വലിയ അത്ഭുതം, മഹാത്ഭുതല്ലേ? വിരലുകൊണ്ട് കാണിച്ച് ചന്ദ്രൻ ഉണ്ടായിപ്പോയില്ലേ? മുഴുവത്തും കറാമത്തൊന്നും ഇല്ലാത്ത ഒരാള് വിരലുകൊണ്ടല്ല ഉടലുകൊണ്ട് ഒട്ടാൻ കാണിച്ചാൽ ചന്ദ്രൻ പോയിട്ട് നക്ഷത്രം വരും. മാത്രമല്ല, ആണി കാണിക്കുന്നേ കണ്ടാൽ അയാളെ ചികിത്സിക്കാനുള്ള ഏർപ്പാട് ചെയ്യണ്ടേ? ആൾക്ക് സുഖമുണ്ടാവില്ല. ഏറാണി കൊണ്ടേ കെട്ടേണ്ടേ അറിയായിരിക്കും. എന്നാൽ ഈ മഹാത്ഭുതം ലോകം മുഴുവൻ കണ്ടു. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇത്ര പറ്റി സാഹസങ്ങൾ കമർ, ചന്ദ്രൻ കിളക്കും. മൗലൂദ് പറഞ്ഞു, അൽ ബദറു തുഖബിയംരിഹി വശംസു യറഅതു ലഹു റുദ്ദത്തിൻ ഗൈരി തറദ്ദുദി. അൽ ബദറു തുഖബിയംരിഹി, പ്രവാചകന്റെ നിർദ്ദേശാനുസരണം ചന്ദ്രൻ ഉറപ്പാക്കപ്പെട്ടു. പറഞ്ഞുള്ളൂ. ചില ആൾക്കാർ പറഞ്ഞു പോകരുത്. ഉണ്ടായില്ലേ? ഉണ്ടായിട്ടുണ്ട്. അറിഞ്ഞോരറിഞ്ഞു വരാൻ അറിയണ്ടെന്നാ. എന്താ പരമാവധി കൂടി വെക്കേണ്ട ഒരു കേസാ. നാം പറയുന്ന കാര്യം ഖിയാമത്ത് നാൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബത്തുള്ളവര്, തങ്ങളുടെ ദീൻ അംഗീകരിക്കുന്നവര്, അള്ളാഹുവിൽ വിശ്വാസമുള്ളവര് അഭിമാനപൂർവ്വം ആവർത്തിച്ച് പറയേണ്ട പരാമർശമാണത്. അല്ലേ? അത് പറയുന്നത് നമ്മൾ അഭിമാനം കൊള്ളേണ്ടവരല്ലേ? എന്താ നമ്മളൊക്കെ സഹോദരന്മാർക്ക് പറഞ്ഞു പോലെ എന്ന് പറയുന്നത് മനസ്സിലായില്ല. എന്താണ് ആ മോഹൻ പ്രേരിപ്പിച്ച ചേതോവികാരം? എന്താണ് അവരെ പ്രേരിപ്പിച്ച ചേതോവികാരം? പാവം ആരോ പറഞ്ഞു പോയതാണ്. അല്ലെങ്കിൽ അങ്ങനെ പറയാൻ നല്ല ന്യായം. അതല്ലെങ്കിൽ ശബ്ദം ചെയ്യുന്ന വേളയിൽ മഹാനായ ജാബിർ റളിയല്ലാഹു തആല തങ്ങളെയും ഏതാനും സഹാബിമാരെയും ക്ഷണിച്ച് സദ്യ ഒരുക്കി. കുറഞ്ഞു പേർക്കുള്ള ഭക്ഷണം, ഇസ്കോട്ടല്ല, അദ്ദേഹത്തിന്റെ വീട്ടിൽ ആരും അതേണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഴുവൻ സഹാബത്തെയും കൊണ്ടുവന്നു. വീട്ടുകാർ വേദനായി. കാരണം ആകെ കുറഞ്ഞ ഭക്ഷണവും മുഴുവൻ ആളെ കൊണ്ടാണ്. വീട്ടുകാരുടെ പ്രയാസം മുഖത്ത് നോക്കിയാൽ അറിയാലോ. മനുഷ്യന്റെ മനസ്സിലെ കണ്ണാടിയുള്ള മുഖം. മുഷറഫും വാജ്പേയി തമ്മിലുള്ള ചർച്ചയിൽ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത കണ്ടുള്ള ശരീരഭാഷ. ഈ ശരീരഭാഷ മണ്ണമെന്ന് മനസ്സിലാവില്ല, മുഖത്താ മനസ്സിലാവില്ല. മുട്ടുകാലൊന്നും തിരിയില്ല. ശരീരഭാഷ അതാ മനസ്സിന്റെ കണ്ണാടിയാണ് മുഖം എന്ന് പറഞ്ഞത്. ജാബിർ റളിയല്ലാഹു തആലയുടെ വീട്ടുകാരുടെ ശരീരഭാഷ തങ്ങൾക്ക് മനസ്സിലായി. അവർക്ക് പ്രയാസത്തിന്റെ മുഴുവൻ ആളെയും കൊണ്ട് ചെന്നുകൊണ്ട്, കാരണം അവിടെ ഇട്ട് കൊടുക്കാനല്ല. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പ്രയാസപ്പെട്ടില്ല, ഞാൻ വളർത്തി കൊടുത്തോളാം. സഹീഹ് ബുഖാരിയിലുള്ളതാണ്. തങ്ങളുടെ കൈകൊണ്ട് വളർത്തി കൊടുത്തു. എല്ലാവരും വളരെ നിറയെ ആഹരിക്കും.
ആദ്യമുള്ള ഭക്ഷണം പിന്നെ അപ്പടി അവസരം. അതാണ് മിനൽ യതീരി തഖാവാത മലൈസഹു വമിനൽ യതീരി കുറഞ്ഞ ഭക്ഷണത്തിൽ നിന്ന് തഖാവാത തങ്ങളുടെ സൈന്യത്തെ തങ്ങൾ ഭക്ഷിപ്പിക്കുകയും കുടിപ്പിക്കുകയും ചെയ്തു. ഹത്തകഥോ അവർക്കൊക്കെ മതി വരുന്നവരെ യതീറുഹൂലം ഞമ്പതി ആദ്യമുണ്ടായിരുന്ന കുറഞ്ഞ ഭക്ഷണം അവസാനിച്ചതുമില്ല. ഈ ഒരു സംഭവം മാത്രമല്ല വേണ്ടായിട്ടുണ്ട്. മൈമൂനാവുകളാണ് വിവാഹം ചെയ്തുകൊണ്ട് താങ്കളൊരു പാത്രത്തിൽ അല്പം ഹരീസ തയ്യാറാക്കി വിവാഹ സദ്യ സഹായത്തിന് വെച്ചുകൊടുത്ത് എല്ലാവരും വയറ് നിറയപ്പെടുന്നു. പിന്നീട് നോക്കുമ്പോൾ ഹരീസ അപ്പടി വാങ്ങി. ഇതുപോലെ ഒന്നിലധികം സംഭവങ്ങൾ ചരിത്രത്തിൽ ഞാൻ വായിച്ചു. അനുസ്മരിച്ചുകൂടാതാണ് ഓരോ മുഖേന ക്ഷമിക്കണം അല്ലേ നമുക്ക് പറയണു. പ്രവാചകരിൽ നിന്നുണ്ടായ വൈദ്യുത മൗലൂദ് മുഖേന അനുസ്മരിച്ചു പോയതാണ്. നിർബന്ധ ജമാഅത്ത് സുഹൃത്തുക്കൾ ക്ഷമിക്കണം. എന്തിനാണ് വിമർശനത്തിന് വേണ്ടി മുതിർന്നതിനെ കുറിച്ച് ഒരു ആലോചന? അതല്ലെങ്കിൽ പ്രവാചകത്തെ വർഷയ്ക്ക് മുമ്പ് ശേഷം പ്രത്യേകിച്ച് ഞങ്ങൾക്ക് മേഘനകലിട്ട് കൊടുത്തിട്ടുണ്ട്. വൃക്ഷങ്ങള്, കല്ലുകള്, നാൽക്കാലികള് തങ്ങളുടെ മുമ്പിൽ വന്ന് സാത്താനെ നമിച്ചിട്ടുണ്ട്, സലാം പറഞ്ഞിട്ടുണ്ട്, ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടുണ്ട്. പല സംഭവങ്ങളും ബുഖാരി റിവായത്തിലെ ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിൽ യുദ്ധത്തിന് പോകുമ്പോൾ വിജനമായ മരുഭൂമിയിൽ തങ്ങൾക്ക് മലമൂത്ര വിസർജനത്തിന് ആവശ്യം നേരിട്ടു. മറ ഉണ്ടായിരുന്നില്ല. വളരെ അകലെ നിൽക്കുന്ന രണ്ട് വൃക്ഷങ്ങൾ തങ്ങൾ മാടി വിളിച്ചു. വലിയ രണ്ട് വടാവൃക്ഷങ്ങൾ. ആ വടാവൃക്ഷങ്ങൾ അനുസരണപൂർവ്വം തങ്ങളുടെ മുമ്പിൽ വന്ന് മറ വിളിക്കുക. തങ്ങൾ ആവശ്യം നിർവഹിച്ച ശേഷം ഈ വൃക്ഷങ്ങളോട് പൂർവ്വസ്ഥാനത്തന്നെ പോയി നിൽക്കാൻ പറഞ്ഞു. പൂർവ്വസ്ഥാനത്തന്നെ പോയി നിൽക്കും. എവിടെ ശരീരം ബുഖാരികളാണ്, നല്ല പോരാക്കുമാരോ ഇരിയൊന്നുമില്ല. ഈ രീതിയിലുള്ള ഒരുപടി സംഭവങ്ങളുണ്ട്. ഇത്തരം സംഭവങ്ങൾ അനുസ്മരിച്ചുകൊണ്ടാണ് വന്യമൃഗങ്ങളും വൃക്ഷങ്ങളും കത്തജതത്തിലഹു പ്രവാചകർക്ക് കാട്ടാങ്ങം നമിച്ചു. വാലഹി കത്തല്ലം അവ പ്രവാചകരുടെ മേൽ സലാം പറഞ്ഞു. വയതകൂ ഈ ഷഹാദത്ത് കലിമ ചൊല്ലിയ ശേഷം എന്താ കുഴപ്പം? എന്തിനാ അതിനെക്കുറിച്ചൊക്കെ ശിർക്കാന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഈ ശിർക്ക് ആരോപിക്കുന്ന ആളുകൾക്ക് ഈ ആരോപണത്തിൽ ഒരു ആത്മാർത്ഥതയില്ലല്ലോ. ഞാൻ 2-3 കാര്യങ്ങൾ ചോദിക്കട്ടെ. മൗലൂദ് ഓതിയാൽ തവസ്സുൽ ചെയ്താൽ ഇത്തിഹാസ ചെയ്താൽ ശിർക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ആ പറയുന്ന ആളുകൾക്ക് തങ്ങൾ പറയുന്നതിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിലും മൗലൂദ് ഓതിനെ ഒരു മുസ്ലിയാരെ തുറന്ന് അവർ നിസ്കരിക്കും. 2, മൗലൂദ് ഓതിനെ കുടുംബത്താർ വിവാഹബന്ധം നടക്കും. 3, ബാപ്പ മൗലൂദ് ഓതിയുന്ന ആളാണെങ്കിൽ അയാളുടെ സ്വത്തിന് ഇവൻ അനുഭവാകാതിരിക്കോ? ഇരിക്കോ? മുജാഹിദിന്റെ ഫിക്ർ അനുസരിച്ചിരിക്കോ? ജമാഅത്തിന്റെ ഫിക്ർ അനുസരിച്ചിരിക്കോ? ഇരിക്കൂല. പിന്നെന്തായി പറയുന്നത്? യാതൊരു ആത്മാർത്ഥതയില്ല. ആളുകളെ സ്വീപ്പാക്കാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞില്ല എന്നിട്ട് സുഖമായിട്ട് പോയി കടന്നുറങ്ങാം. ഇതിന് മുതൽ മുടക്കൊന്നുമില്ല. വെറുതെ സാധാരണക്കാരെ സ്വീപ്പാക്കാൻ പോയി കടന്നുറങ്ങാം. ഞാൻ ജമാഅത്തിനെ കുറിച്ചൊരു കഥ കേട്ടിട്ടുണ്ട്. ഈ 2 കണ്ണുകൾ കാഴ്ചയില്ലാത്ത 2 കുരുടന്മാര്, അന്ധന്മാര് പഴയ കാലത്തൊക്കെ വിചാരണ മാർക്കറ്റിലൊക്കെ യാചിക്കാൻ വേണ്ടി നടത്തി. ആ 2 അന്ധന്മാര് മാർക്കറ്റിൽ നിന്ന് തിരിഞ്ഞു പോകുമ്പോ ഒരു ജമാഅത്ത് മൗലവി ഇവരോട് പറഞ്ഞു, നിങ്ങൾ 2 വിളിച്ചോളൂ. ഒന്നും കൊടുത്തില്ല. ഇയാൾ വിജയ് കണ്ണോട് ഒരുത്തം വിചാരിച്ച് മറ്റൊന്നിക്ക് കൊടുത്തിട്ട് അവർക്ക് വിചാരിച്ച് കണ്ടെത്തി കൊടുത്തിട്ട് കുറെ കഴിഞ്ഞിട്ട് ഒരു കണ്ടോട്ടെ മറ്റവരോട് പറഞ്ഞാൽ ജമാഅത്ത് പോലെ തന്നിന്റെ പകുതി കൊണ്ടാണ്. ആ മറ്റൊന്ന് അഞ്ഞെട്ടല്ല വന്നതിന്റെ കൽപ്പിക്കാതെ ഇവർ തമ്മിൽ ഉൾക്കച്ചണ്ട. കാരണം ഈ കണ്ണോട്ടം ഇപ്പം വിചാരിച്ച് മറ്റവരൊക്കെ മറ്റം വിചാരിച്ച് പഞ്ചായത്തിന് ഇതിന്റെ തമ്മിൽ തെറ്റിദ്ധരിക്കാൻ കാലാകാലത്തേക്ക് പണങ്ങാൻ ഒരു വകുപ്പിയാൾ ഉണ്ടാക്കിയിട്ട് ഇയാൾക്ക് അത്യാവശ്യം ചെലവില്ലല്ലോ. മുഖം സുഖമായിട്ട് പോയി കാണാൻ പറ്റും. ഈ രീതിയിലുള്ള ആരോപണമാണ് ഈ ശിർക്കാരോപണം. ഇവരെന്തെങ്കിലും ഇവർക്ക് തന്നെ വിശ്വാസമില്ല. വിമർശകർക്ക് പോലും അതിന് വിശ്വാസമില്ല. അത്ര ചീപ്പടപാടായി. അതുകൊണ്ട് അങ്ങനെയുള്ള ആക്ഷേപത്തിനൊക്കെ പിന്തിരിഞ്ഞിട്ട് മുസ്ലിമീങ്ങൾക്ക് ഒത്തൊരുമിച്ച് ഏകോദര സഹോദരന്മാരെ പോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കാനുള്ള കഴിവ് പുതുതായുള്ള പ്രസ്ഥാനങ്ങൾക്കൊന്നും മനസ്സിലിടം നൽകേണ്ട, മഹല്ലുകളിൽ സ്ഥാനം കൊടുക്കേണ്ടതാണ് നമ്മൾ എളിയ അഭിപ്രായം.
പഠിത്തം നമ്മൾ അനുഗ്രഹിക്കുമാറാകും. തെറ്റിദ്ധരിച്ചവർക്കൊക്കെ അള്ളാഹു ഹിദായത്തും സൽബുദ്ധിയും പ്രദാനം ചെയ്യുമാറാകും. മരണപ്പെട്ടവരെ ചുറ്റിപ്പറ്റിയാണ് വേറെ ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്. വളരെ വിശദമായ പഠനത്തിന് സമയം ലഭിക്കില്ല. അതിൽ ഒന്നാമത്, മുസ്ലിമീങ്ങൾ ഒരാൾ മരിച്ചാൽ നമ്മൾ അവിടെ വെച്ചൊരു യാസീൻ ഓതാറുണ്ട്, ഖുർആൻ ഓതാറുണ്ട്. ശരിയാണ്. മുത്തലാശയക്കാർ പറയുന്നത് യാസീൻ ഓതാൻ പാടുള്ള അനാചാരാണ്. നമ്മൾ പറയുന്നത് സദാചാരാണ്, നല്ലതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ സദാചാരം എന്ന് പറയുന്നത്? ഖുർആനല്ലേ നല്ലതല്ലേ എന്നുള്ള ന്യായം മാത്രമല്ല, ഒരു ന്യായം മാത്രം പോരല്ലോ. ഇബ്നു മാജ, ബൈഹഖി, ഇബ്നു ഹുസൈമ, ഇബ്നു അബീ ശൈബ മുതലായ മുഹദ്ദിസുകളൊക്കെ റിവായത്ത് ചെയ്ത ഒന്നിലധികം ഹദീസുകളിൽ കാണാം, ഇഖ്റഉ സൂറത്ത യാസീൻ ഇൻദ മൗതാ. ഹദീസിന്റെ ലഘു വ്യത്യാസത്തിന്റെ ചില റിവായത്തുകളാണ്. ഇഖ്റഉ, നിങ്ങൾ ഓതുക സൂറത്ത യാസീൻ, യാസീൻ സൂറത്തിനെ, ഇൻദ മൗതാ, നിങ്ങളിൽ മരണപ്പെട്ടവരുടെ അരികിൽ വെച്ച്. നിങ്ങളിൽ മരിച്ച ആളുകളുടെ സമീപസ്ഥാനത്ത് വെച്ച് നിങ്ങൾ യാസീൻ ഓതുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. റസൂൽ അന്ന് ഓതാൻ പറഞ്ഞ സ്ഥിതിക്ക് സന്മാനത്തുള്ളവർ ഓതിക്കോട്ടെ, ഓതാത്തവർ വിമർശിക്കണം. എല്ലാവർക്കും എല്ലാം നന്മയും ചെയ്യാനുള്ള ഭാഗ്യം കൈക്കൊള്ളുന്നില്ല. ഒരുത്തനതിന് യോഗമല്ലെങ്കിൽ ഉണ്ടാകുന്ന പോലെ നന്മ മുടക്കണില്ല. അവൻ മരിച്ച ആളുകളുടെ സമീപത്താളത്ത് വെച്ച് നിങ്ങൾ യാസീൻ ഓതിക്കൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശമുണ്ട്. തങ്ങളുടെ ഉപദേശം ഇബ്നു മാജ റിവായത്ത് ചെയ്തിട്ടുണ്ട്, ബൈഹഖി റിവായത്ത് ചെയ്തിട്ടുണ്ട്, ഇബ്നു ഹുസൈമ റിവായത്ത് ചെയ്തിട്ടുണ്ട്, ഇബ്നു അബീ ശൈബ റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഈ പോട്ടെ, ഓതണ്ടാന്ന് പറയാൻ ആരെങ്കിലും ഉപദേശം അത് നമ്മളൊന്നറിയാം. ഞങ്ങളുടെ മരിച്ചോട്ട് വെച്ച് യാസീനോവാൻ ഞങ്ങളുടെ പ്രവാചകൻ ഉപദേശിച്ചതാണ്. വേണ്ട എന്നുള്ള ഉപദേശം ആരിൽ നിന്ന് ലഭിച്ചു? അതാ ഞാൻ പറഞ്ഞത്, ധൃതി വേണ്ട, ആലോചിച്ച് മതിയെന്ന് നേരത്തെ പറഞ്ഞതാണ്. ധൃതി വേണ്ട, പഠിച്ചത് പ്രയോഗിച്ചാൽ മതി. പഠിക്കാത്തതിനെ കുറിച്ച് പ്രയോഗം വേണ്ട, അബദ്ധത്തിൽ ചെന്നിട്ടാണ്. ഇനി മരിച്ച ആളുകൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു, മരിച്ചവർക്ക് വേണ്ടി വായിക്കാറുണ്ട്. കാരണം എന്താ? വിശുദ്ധ ഖുർആനിൽ പടക്കം തന്നെ പറഞ്ഞിട്ടുള്ള മുഅ്മിനീങ്ങളെ കുറിച്ച്, والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان. മുഅ്മിനീങ്ങളെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, അവർ പ്രാർത്ഥിക്കുന്നവരാണ്, ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾക്ക് നീ പുറത്തുക, ഞങ്ങളിൽ നിന്ന് കഴിഞ്ഞുപോയ മരിച്ചുപോയ ഞങ്ങളുടെ സഹോദരന്മാർക്കും നീ പുറത്തുക എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തത്തിന് വേണ്ടിയും മരിച്ചുപോയവർക്ക് വേണ്ടിയും ദുആ ചെയ്യുന്നവരാണ് മുഅ്മിനീകളെന്ന് അല്ലാഹു പറഞ്ഞു. പ്രാർത്ഥിക്കുന്നവരാണ്, ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾക്ക് നീ പുറത്തുക, ഞങ്ങളിൽ നിന്ന് കഴിഞ്ഞുപോയ മരിച്ചുപോയ ഞങ്ങളുടെ സഹോദരന്മാർക്കും നീ പുറത്തുക എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തത്തിന് വേണ്ടിയും മരിച്ചുപോയവർക്ക് വേണ്ടിയും ദുആ ചെയ്യുന്നവരാണ് മുഅ്മിനീകളെന്ന് അല്ലാഹു പറഞ്ഞു. മരിച്ചവർക്ക് വേണ്ടി ദുആക്കൽ മുഅ്മിനീങ്ങളുടെ ലക്ഷണമാണ്. പടച്ചോൻ പറഞ്ഞ സ്ഥിതിക്ക് പടച്ചവർക്ക് മറവെച്ചു കൊടുക്കൂടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സഹാബത്തിൽപ്പെട്ട പലരും വഫാത്തായിട്ടുണ്ടല്ലോ. അവർക്ക് വേണ്ടിയൊക്കെ തങ്ങൾ ദുആ നടത്തുന്നു. ബുഖാരിന്റെ റിവായത്തിലുണ്ട്, മുസ്ലിമിന്റെ റിവായത്തിലുണ്ട്, മറ്റു മുഹദ്ദിസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മരിച്ചവർക്ക് വേണ്ടി ദുആക്കണമെന്ന് പറയാനുള്ള കാരണം മനസ്സിലായില്ല. ആരാണ് കോരിക്കൊടുക്കുന്നതാവും? മരിച്ചവർക്ക് വേണ്ടി നാം ദാനധർമ്മം ചെയ്യും. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വന്നുകൊണ്ട് പലരും അന്വേഷിച്ചു, നബിയെ എന്റെ മാതാവ് മരിച്ചു, എന്റെ പിതാവ് മരിച്ചു, എന്റെ ഇന്നയാൾ മരിച്ചു. ആ മരിച്ച ആളുകൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളുടെ പ്രതിഫലം അവർക്ക് ലഭിക്കുമോ എന്ന് നാൾക്ക് നേരെ തങ്ങളോട് ചോദിച്ചു. എല്ലാവർക്കും തങ്ങൾ നൽകിയ മറുപടി ലഭിക്കുമെന്നായിരുന്നു. കൂട്ടത്തിൽ ഒരാൾ ചോദിക്കുന്നു, ഇന്ന ഉമ്മിയും സുഖലത്തിനൊത്തുഹാവലം പൂത്തി ബുഖാരി മുസ്ലിമൊക്കെ റിവായത്തിൽ ഹദീസിലുള്ളതാണ്. നബിയെ എന്റെ മാതാവ് പെട്ടെന്ന് മരിച്ചു, വലം തൂത്തി, അവർ വസിയത്തൊന്നും ചെയ്തിട്ടില്ല. ആ മരിച്ച മാതാവിന് വേണ്ടി ഞാൻ സദഖ ചെയ്താൽ അതിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുമോ? എന്തിനെ കൂട്ടരെ നമ്മൾ സദഖിക്കുന്നത്? റസൂലുള്ളാഹിനോട് ചോദിക്കാണ്, നബിയെ എന്റെ മരിച്ചമാർക്ക് വേണ്ടി ഞാൻ സദഖ ചെയ്താൽ എന്റെ കൂലിമാർക്ക് കിട്ടുമോ? റസൂലുള്ളാഹിനോട് ചോദിച്ചു. തങ്ങൾ പറഞ്ഞു, ഞാൻ ലഭിക്കും.
നമ്മൾ പറഞ്ഞു റസൂലുള്ള ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടെ ലഭിക്കും നമ്മൾ പറഞ്ഞു. അത് വേറെ ചില ലഭിക്കൂല. ആരെ പറഞ്ഞു? ആരാണിത് പഠിപ്പിച്ചത്? അതുകൊണ്ട് തെറ്റിദ്ധാരണ ഒഴിവാക്കണം. വിഷയങ്ങളെക്കുറിച്ച് നിജത്തിൽ കൃത്യമായി പഠിക്കാൻ തയ്യാറാവണം എന്നാണ് നമ്മുടെ അഭിപ്രായം. അതുപോലെ മഹാന്മാർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഖബറിനടിയിലെ ജാറങ്ങൾ ഉണ്ടാക്കും. കുത്തനാശയക്കാർ തങ്ങളുടെ പ്രൈമറി മദ്രസകളിൽ ജാറങ്ങളൊക്കെ പൊളിച്ച് നിരപ്പാക്കണം എഴുതി മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കാൻ പൊളിക്കാൻ. എന്തിനപ്പം തന്നെ ക്രിമിനലുകളാക്കി പൊളിക്കാത്ത മദ്ര 4ാം ക്ലാസ്സിലൊക്കെ കഴിഞ്ഞിരിക്കുന്ന ജാറൊക്കെ പോയിട്ടാണ്. കുറച്ച് മുതിർന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് സർവ്വ അതിനായ കാര്യങ്ങൾ എത്ര പഠിപ്പിക്കാൻ, അതിനിടയിൽ ജാറം പൊളിക്കാൻ പഠിപ്പിക്കണം. മദ്രസയിൽ 4ാം ക്ലാസ്സിലൊക്കെ നിൽക്കാത്തിന്റെ പറവും ചേർത്ത് പഠിപ്പിക്കണം. പൊന്നാര എനിക്ക് മനസ്സിലാവുന്ന വസ്തു എന്താണ്? അതിന് ചരിത്രമുണ്ട്. ആ ചരിത്രത്തെ കുറിച്ച് നമ്മൾ മറന്നു പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹുവിനെയും അന്ത്യവിശ്രമം കൊള്ളുന്നത് ഒഴിഞ്ഞ സ്ഥലത്തല്ല, അതിമഹത്തായ ഒരു കെട്ടിടത്തിനകത്താണ്. അതിന് ജാറം എന്ന് പറയാറില്ല. ബഹുമാനം വർദ്ധിപ്പിച്ച റൗള ശരീഫ് എന്നാണ് പറയുന്നത്. ആയിഷ ബീവിയുടെ റൂമായിരുന്നത് ശരിയാണ്. പക്ഷേ മദീനത്തെ പള്ളിയിൽ എന്നൊക്കെ പരിഷ്കരണവും വിപുലീകരണവും വന്നിട്ടുണ്ടോ അന്നൊക്കെ റൗള ശരീഫിനും വിപുലീകരണം വന്നിട്ടുണ്ട്. അതിന് ശ്രദ്ധേയമായ വിപുലീകരണം വന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല തങ്ങളുടെ കാലത്താണ്. ആയിരക്കണക്കിന് സഹാബത്ത് ജീവിച്ചിരിക്കെ അവരുടെ നേതൃത്വത്തിലാണ് ഈ 3 ഖബറുകളും വിപുലീകരിച്ചതും മനോഹരമാക്കിയത്. അത് കഴിഞ്ഞാൽ പിന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല തന്നത് അദ്ദേഹത്തിന്റെ ഖബറിന്റെ മീതെ മനോഹരമായ ജാറുണ്ടായിരുന്നു. സൗദ് ഭരണത്തിൽ വന്ന ശേഷം മാത്രമാണ് പൊളിച്ചത് ശരിയാണ്. ഈജിപ്തിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒഴുതി എഴുതിയ ധാരാളമായ വിശ്വവിജ്ഞാന കോശത്തിന് വിസ്തരിച്ച് എഴുതിയിട്ടുണ്ട്. മാത്രമല്ല ഇന്ന് നമുക്ക് അവിടെ ചെന്നാൽ ആ പൊളിച്ച തറയുടെ അടയാളം കാണാവുന്നതാണ്. അത് കഴിഞ്ഞാൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല തങ്ങൾ അദ്ദേഹത്തിന്റെ ഖബറിന്റെ മീതെ ലോകത്തിലെ ഏറ്റവും വലിയ ജാറങ്ങളിൽ ഒന്നാണ് ഇന്നുള്ളത്. അങ്ങനെ പോയാൽ ഇമാമുൽ അബൂ ഹനീഫത്തുൽ കൂഫി, ഇമാം മാലിക് ഇബ്നു അനസ്, ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹും ഇവരിൽ ഓരോരുത്തരുടെ ഖബറുകൾക്ക് മീതെയും അതിമനോഹരമായ ജാറങ്ങളുണ്ട്. എന്തിനാണ്? ഇബ്നു തീനയുടെ ഖബറിന്റെ മീതെ സുന്ദരമായ ജാറങ്ങൾ, ഇബ്നു ഖയ്യിമിന്റെ ഖബറിന്റെ മീതെ മനോഹരമായ ജാറങ്ങൾ. എത്രത്തോളം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ അബ്ദുൽ അലിയുടെ ഖബറിന്റെ മീതെ ജാറം എന്ന് മാത്രമല്ല പച്ച പട്ടുകൊണ്ട് ജാറം മൂടിയിട്ടുണ്ട്. ആ ജാറത്തിനുള്ള വരുമാനം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ കുടുംബം ഇന്നും ജീവിക്കുന്നത്. നമുക്ക് അക്ഷരമല്ല ജീവിച്ചോട്ടെ. എന്താണൊക്കെ സൂചിപ്പിക്കുന്നത്? ഇതൊക്കെ സൂചിപ്പിക്കുന്ന വസ്തുത എന്താ? എവിടെയെല്ലാം മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ടോ അല്ലെങ്കിൽ മഹാന്മാരെന്ന് അവകാശപ്പെടുന്നവർ അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ടോ അവരൊക്കെ ജാറുണ്ട്. ഇനി പൂർവ്വപ്രവാചകന്മാരുടെ ഖബറുകൾക്ക് മീതെ ജാറുണ്ട്. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖബറിന്റെ മീതെ ജാറുണ്ട്. സാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖബറിന്റെ മീതെ ജാറുണ്ട്. ആലി ഇമ്രാന്റെ ഖബറിന്റെ മീതെ ജാറുണ്ട്. ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. മസ്ജിദുൽ അഖ്സയുടെ ചുറ്റും ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. ബാറക്നാ ഹൗല, മാഹൗല പരിസരം, ബാറക്നാ തീയല്ല, ബാറക്നാ ഹൗല. മസ്ജിദുൽ അഖ്സയുടെ പരിസരത്ത് ബർക്കത്ത് ചെയ്തിട്ടുണ്ട് എന്നാണ്. മഹാന്മാരായ മുഫസ്സിറുകൾ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചു. പൂർവ്വപ്രവാചകന്മാരുടെ അന്ത്യവിശ്രമ സങ്കേതം കൊണ്ട് ധന്യമാകുന്നു മസ്ജിദുൽ അഖ്സയുടെ പരിസരം എന്നാണ് പറഞ്ഞത്. ആ രീതിയിൽ വർക്കത്തുന്ന മഹാന്മാർ വന്ന് ഖുർആനായത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട്. അതുകൊണ്ട് ആലോചിച്ചു മതി ആക്ഷേപം, ആലോചിച്ചു മതി ആക്ഷേപം. ഞാൻ പിന്നെ പൊളിക്കപ്പെടുന്നത് ഇതിലേക്കാവില്ലേ? ഒരു സ്ഥലത്ത് കെട്ടിയാൽ നമ്മളെ ഉപയോഗിക്കണ്ടല്ലോ. പൊളിക്കപ്പെടുന്നത് ഇതിലേക്കാവില്ല. പൊളിക്കണമെന്ന് പറഞ്ഞാൽ അതേ പിറ്റിന്റെ കിതാബിൽ തന്നെ ജാറത്തിലേക്ക് എത്തിക്കാൻ വെളിച്ചെണ്ണ തീർച്ചയാക്കിയാൽ വീഴ്ത്തുന്നില്ലേ? ജാറം മൂടാൻ തീർച്ചയാക്കിയാൽ വീഴ്ത്തുന്നില്ലേ? ഉണ്ട്. നേർച്ച എന്ന ഇസ്ലാം കുടുംബത്തിൽ കയ്യിൽ മഹയ്യന വിഭാഗത്താവണം. പൊളിക്കണം എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ അതിന്റെ മേലെ മൂടാൻ നേർച്ചയാക്കിയാൽ വീഴണമെന്ന്. എന്താ കണ്ടുകൂടി? പൊളിക്കണം എന്ന് പറഞ്ഞാൽ വേറെ, ജാറം മൂടുന്ന ജാറം വേറെ, രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണ് അറിവ് മാത്രം പോരാ, തിരിച്ചറിവും വേണം. ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ കയറി വരുമ്പോൾ സഹാബത്ത് രണ്ട് സംഘായിട്ടിരിക്കാം. ഒരു സംഘം ദിക്റിന്റെ ആൾക്കാർ, മറ്റൊരു സംഘം ഇൽമിന്റെ മജ്ലിസ്. രണ്ട് സംഘായിട്ടിരിക്കാം. ഒരു ദിക്റിന്റെ ആൾക്കാരും മറ്റൊന്ന് ഇൽമിന്റെ മജ്ലിസും. തങ്ങൾ രണ്ട് വിഭാഗത്തെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ രണ്ട് വിഭാഗവും ഹൈറിലാണ്, ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഇൽമിന്റെ മജ്ലിസാണ് എന്ന് പറഞ്ഞ് തങ്ങൾ അറിയിച്ചു. ഇൽമിന്റെ മജ്ലിസ് രണ്ട് പ്രകീർത്തിച്ചു, രണ്ടിനെയും പ്രശംസിച്ചു. ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഇൽമിന്റെ മജ്ലിസാണ് തങ്ങൾ അറിയിച്ചു. ഒരു സംഭവം പറഞ്ഞതാണ്. മറ്റൊരിക്കൽ തങ്ങൾ മദീനത്തെ പള്ളിയിൽ കയറി വരുമ്പോൾ ഒരു വിഭാഗം ആളുകൾ ദിക്റിന്റെ ആൾക്കാർ ഇരിക്കാൻ തങ്ങൾ അവരെ ആട്ടി വിട്ടു. പള്ളിയിൽ ഇരിക്കാൻ മനസ്സിലാക്കി. എന്ത് പറയും? നേരത്തെ ഹൈറിനില്ല എന്ന് പറഞ്ഞു, ഇപ്പൊ ആട്ടി വിട്ടു. ഈ ആട്ടിവിട്ട സംഭവം എടുത്തു കാണിച്ചുകൊണ്ടാണ് ചില ആൾക്കാരെ പള്ളിയിൽ നിൽക്കേണ്ട ആൾക്കാരും പാടാനൊക്കെ റസൂൽ ആട്ടിവിട്ടിട്ടുണ്ട്. ആട്ടിവിട്ടിട്ട് ശരിയാണ്. മറ്റൊരു ഹൈറിനില്ല എന്ന് പറഞ്ഞിട്ട് എന്താ സംഭവം? നിങ്ങൾ ഇവിടെ അറിവ് മാത്രം പോരാ, തിരിച്ചറിവും വേണം. എന്നാ സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്ത് യുദ്ധത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോൾ തങ്ങളുടെ കാലത്ത് തന്നെ കപടവിശ്വാസികളുണ്ട് തങ്ങളോടൊപ്പം. ഒരു വിഭാഗം കപടവിശ്വാസികൾ പതുക്കെ പള്ളി കയറി ദിക്റിൽ കുത്തിരിക്കാനും യുദ്ധത്തിന് പോകാതിരിക്കാൻ മടിയുണ്ട്. അപ്പോഴാ ആട്ടിവിട്ടത്. യുദ്ധത്തിന് പോകാനുള്ള മടി കാരണം പള്ളി കയറി ദിക്റ് ചൊല്ലിയിരിക്കുന്ന കപടവിശ്വാസികളെ ആട്ടിവിട്ടത്. ശാന്തമായ അന്തരീക്ഷത്തിൽ ദിക്റ് ചൊല്ലിയിരിക്കുന്നവരെയാണ് പ്രകീർത്തിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് അറിവും വേണം, തിരിച്ചറിവും വേണം. രണ്ട് സന്ദർഭങ്ങളില്ല. ഇതൊന്നും തിരിച്ചറിയില്ല. ഇങ്ങനെ അറിവിൽ എഴുതി, ബ്രാക്കറ്റിൽ പരിഭാഷ എഴുതി, അത് കൊക്കിലേക്ക് നടക്കല്ലേ. കമ്മ്യൂണിസ്റ്റുകാരുടെ ബുദ്ധി സഞ്ചിയിലും വിരായിക്കാരുടെ ബുദ്ധി കൊക്കിലുമാണ്. ഈ രീതിയിൽ സ്വത്തും ഫീസിലും ബസ്സിനും പകരം കാര്യങ്ങൾ വിശദമായി പഠിച്ചാൽ മതി. ശരിയാവും. ഈ അവസ്ഥ ലാഭത്തിന്റെ കാര്യത്തിലുണ്ട്. നിലനിർത്താൻ പറഞ്ഞ മഹാന്മാരുടെ ലാഭങ്ങളാണ് മറ്റുള്ളതുമാണ്. അവിടെ തന്നെ കൊടുത്തോളി. അപ്പൊ വിളിക്കാൻ പറഞ്ഞ നമുക്ക് വിരോധം. പക്ഷെ ഞങ്ങൾ വിളിക്കാൻ പറ്റുന്നില്ലേ? നമുക്ക് വിരോധന വിളിക്കാൻ. ഞാൻ യാറെ മൂടുന്നു. യാറെ മൂടാനായിട്ട് നേരെ വസ്ത്രം ഇടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഖബറിന്റെ മീതെ മഹാന്മാരായ സഹാബത്ത് ഒരു പുതപ്പിട്ട് മൂടിയിരുന്നു എന്ന് ഇമാം ബുഖാരി തങ്ങൾ അദ്ദേഹത്തിന്റെ മുഫ്രദാത്തിൽ വിവരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മീതെ സഹാബത്ത് ഒരു പുതപ്പിട്ട് മൂടിയിരുന്നു. അപ്പൊ പിന്നെ അത് പരിക്കം പുറത്തിരുന്നു. ഇപ്പൊ കുറച്ച് മുന്തിയ പുറപ്പാടുണ്ടാവുക. അത് ശരിയാണ്. ഇപ്പൊ നമ്മൾ ഹയാത്തുള്ളവരുണ്ടോ കുറെ വ്യത്യാസമൊക്കെ ഉണ്ട്. അന്ന് റസൂലുള്ള കഴിച്ച വസ്ത്രം നമ്മൾ കഴിക്കുന്നു. തങ്ങളുടെ ശരീരത്തില് ഓലന്റെ പാടും കഴിഞ്ഞു. ഞാൻ ഇത് പറയാൻ എനിക്ക് ബേജാറ്. കാരണം എനിക്ക് ശരീരത്തിൽ ഒരു പാടുണ്ടാകുന്ന റൂമിലല്ല എന്നെ താമസിച്ചത്. ഞാനിത് പറയാൻ അർഹനല്ല. ഞാൻ വിട്ടുകളഞ്ഞു. അർഹനല്ലേ? ഞാനും അർഹനല്ല. അർഹനായിട്ട് മാറ്റങ്ങൾ വന്നു. ദുന്യാവിൽ മൊത്തം മാറ്റങ്ങൾ വന്നിട്ട് നമുക്കൊക്കെ മാറ്റം വന്നു. നമ്മൾ കഷ്ടപ്പാടം എന്നാണ് പ്രയാസങ്ങൾ അനുഭവിച്ചു. പ്രസംഗിക്കാന്നല്ലാതെ, എഴുതാന്നല്ലാതെ വളരെ വിനയം പ്രസംഗിക്കുന്ന ആളുകൾ ഒച്ചക്കടപെടുമ്പോഴല്ലേ അഹങ്കാരത്തിന്റെ ഊക്ക് മനസ്സിലാക്കുക. വലിയ ജീവിത ലാളിത്യം പ്രസംഗിക്കുന്ന ആളുകളുടെ ജീവിതം കാണുമ്പോഴല്ലേ ആഡംബരം മനസ്സിലാക്കുക. ദുന്യാവാരിയിലായിപ്പോയി. നമുക്ക് ആകെ ചെയ്യാൻ കഴിയുന്ന കാര്യം വെച്ചാൽ അവനാന്റെ രസന മാത്രം കുറെ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അള്ളാഹുവിനെ അനുഗ്രഹിക്കുമാറാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ മീതെങ്ങനെ വസ്ത്രം കൊണ്ട് മൂടിയിരുന്ന സഹാബത്ത് ബുഖാരിന്റെ പരിപാടികൾ. ബുഖാരിന്റെ സജയിലല്ല മുഖാത്തിലാണ്. സജയിൽ നോക്കി കാണാനായിട്ട് വരുന്ന ഇസ്ലാമിക ഇമാം ബുഖാരിന്റെ അദ്ദേഹത്തിന്റെ മുഖാത്തിൽ. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങളെ കുറിച്ചൊന്നും അനാചാരങ്ങൾ ആക്ഷേപിക്കുന്നത് ശരിയല്ല. ഇതൊക്കെ പൂർവ്വകാല ചരിത്രം പരിശോധിച്ചാൽ, പ്രമാണങ്ങൾ പരിശോധിച്ചാൽ തെളിവുകൾ ധാരാളമായി കാണുന്ന വിഷയങ്ങളാണ്. മുതാല ഇല്ലാത്തതുകൊണ്ടും ഗ്രന്ഥപാരായണവും പഠനവും ഇല്ലാതെ പോയതുകൊണ്ടാണ് ദൗർഭാഗ്യവശാൽ ഈ കാലത്തെ വിമർശനം ഉയർന്നു വന്നത്. പഠനം ഉണ്ടായില്ല, പഠിച്ചതിനനുസരിച്ച് മുതാലായിട്ടുണ്ടായില്ല. അത് കാരണം വിമർശനം നിർഭാഗ്യവശാൽ ഉണ്ടായിപ്പോയതാണ്. നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ചാണ് ഇവരൊക്കെ അനാചാരം ആക്ഷേപിച്ചത്. അതുപോലെ ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞ അവസാനിപ്പിക്കാം. നിസ്കാരാനന്തരം നമ്മൾ കൂട്ടുപ്രാർത്ഥന നടത്തണം.
ചില ആളുകൾ പറയുന്നത് സലാം വീട്ടി അസ്തഗ്ഫിറുല്ലാഹ് അലൈഹി പറഞ്ഞ് അല്ലാഹുമ്മ അൻതസ്സലാം മിൻകസ്സലാം മുതൽ തബാറക യാ ദൽ ജലാലി വൽ ഇക്റാം വരെ പറഞ്ഞാൽ സലാം വീട്ടോടെ എഴുന്നേറ്റ് പോകണം. തബാറക യാ ദൽ ജലാലി വൽ ഇക്റാം വരെ മാത്രം ഇരിക്കുക, അത് കഴിഞ്ഞാൽ എഴുന്നേറ്റ് പോകാന്നാണ് ചിലരുടെ പക്ഷം. സത്യത്തിൽ ഇത് വലിയ തെറ്റിദ്ധാരണ. ബുഖാരി മുസ്ലിം എന്ന് കേൾക്കാത്തവരുണ്ടാകില്ല, ഓതാത്തവരുണ്ടെങ്കിൽ. ഇമാം മുസ്ലിം റിവായത്തിലെ ഹദീസിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം വീട്ടി കഴിഞ്ഞാൽ 3 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് അലൈഹി പറഞ്ഞ് അല്ലാഹുമ്മ അൻതസ്സലാം മിൻകസ്സലാം മുതൽ തബാറക യാ ദൽ ജലാലി വൽ ഇക്റാം വരെ പറഞ്ഞ ശേഷം മൗമൂമികളിലേക്ക് തിരിഞ്ഞിരിക്കുകയായിരുന്നു തങ്ങളുടെ പതിവ്. റസൂലുള്ളാഹിയുടെ പതിവാണ്. പക്ഷേ ഹദീസിലൊരു കാര്യം കാണും, നമ്മൾ നിഷേധിക്കുന്നില്ല. ചിലപ്പോൾ ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കും, എന്നാൽ അധികമായും വലത് ഭാഗത്തേക്കാണ് തിരിഞ്ഞിരിക്കാറുള്ളത്. ചിലപ്പോൾ ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കാൻ ഹദീസ് വ്യാഖ്യാതാക്കൾ പറയുന്ന ന്യായം, ആ ഭാഗത്തിരിക്കുന്നവർക്ക് തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുഖം കാണാനുള്ള അവസരം ഉണ്ടാക്കാറുണ്ട്. കൂടാതെ ഒരു ബയാനിന്റെ പറഞ്ഞു ഇടത്തോട്ട് തിരിഞ്ഞിരിക്കലും അനുവദനീയമാകുന്നത് പഠിപ്പിക്കാനുമാണ്. എന്നാൽ അധികമായും വലത് ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കാൻ കാരണം അതാണ് കൂടുതൽ ഉത്തമം. തങ്ങൾ അതിനെ വർദ്ധിപ്പിച്ചതുകൊണ്ടാണ് നമ്മൾ വലത്തോടെ നിശ്ചയിക്കുന്നത്. പിന്നെ നമ്മളെ മുഖം കാണുന്നതിന് വലിയ പുണ്യൊന്നുമില്ലാന്ന് വിചാരിച്ചാൽ ഇടത്തോട്ടില്ല. നമ്മളാവട്ടെ ജവാദിനെ ബയാൻ ചെയ്യേണ്ട ആളുകളുമല്ല, അതുകൊണ്ട് നമ്മൾ വലത്തോടെ നിശ്ചയിക്കുന്നത്. അത് തങ്ങൾ പതിവാക്കിയ വിഷയമാണ്. ഇമാം മുസ്ലിം റിവായത്തിന്റെ ഹദീസിലുള്ളതാണ്. മാത്രമല്ല 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ചൊല്ലുകയും 100 പൂർത്തിയാക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു മുതൽ അവസാനം വരെ ചൊല്ലുകയും ചെയ്താൽ ഗുഫിറത് ഖതായാഹു വഇൻ കാനത് മിസ്ല ദറബിൽ ബഹർ എന്നാണ് ഇമാം മുസ്ലിമിന്റെ മറ്റൊരു റിവായത്തിലുള്ളത്. അവന്റെ സർവ്വ പാപങ്ങളും ദുർദോഷങ്ങളും പൊറുക്കപ്പെടും. കടലിലുള്ള തിരമാലകളെ പോലെ നരകളെപ്പോലെ പാപങ്ങളുണ്ടെങ്കിലും അതൊക്കെ പൊറുക്കപ്പെടും. 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ചൊല്ലിയാൽ ഒക്കെ മുസ്ലിം റിവായത്തിന്റെ രീതിയിലുള്ളതാണ്. അവിടെ ഇത് ചൊല്ലിക്കൂടെ? നല്ലതല്ലേ? മാത്രമല്ല സലാം വീട്ടി അവിടെ ആയത്തിൽ കുറിച്ച് പോലെ അള്ളാഹുല മാനിയലുമായ മുതൽ അവസാനം വരുന്നില്ല. സുബൈക്കും മഗ്രിബിനും കാല് തിരിച്ചിരിക്കുന്നതിന് മുമ്പ് 10 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, 7 പ്രാവശ്യം അല്ലാഹു അക്ബർ ചൊല്ലുക. ഇതൊക്കെ ചൊല്ലിയാൽ അതിമഹത്തായ പ്രതിഫലം പ്രവാചകർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അബൂ ദാവൂദിന്റെ റിവായത്തിലുണ്ട്, ഇമാം നസായിയുടെ റിവായത്തിലുണ്ട്. അതൊക്കെ തന്നെ ഇപ്പൊ സാധാരണ ചൊല്ലി വരാറ്. ഹദീസിന്റെ കിതാബുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം, ജാമിഉ തുർമുദി, സുനൻ അബീ ദാവൂദ്, സുനൻ നസായി, സുനൻ ഇബ്നു മാജ. ഹദീസിന്റെ കിതാബുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഹദീസ്. ഈ ഹദീസിന്റെ കിതാബുകളിൽ വന്ന പരാമർശങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സമ്പ്രദായങ്ങളാണ് സുന്നികൾക്കിടയിൽ നിസ്കാരാനന്തരം ഇന്ന് കണ്ടുവരുന്ന സ്വൽത്തുകളൊക്കെ. ഈ ഹദീസിന്റെ കിതാബുകൾ പഠിക്കാനോ മുതാലാ ചെയ്യാനോ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത ചില ആളുകൾ പരമശാസ്ത്രികരോ ശുദ്ധന്മാരോ ആയ വേറെ ചിലരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതാണ് വിമർശകരുടെ മുഖം. ഇനി അവിടുന്ന് ദുആ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയെക്കുറിച്ച് ഇമാം സുഹൂദി തങ്ങൾ അദ്ദേഹത്തിന്റെ കിതാബിലൊക്കെ 1 വോളിയം 37 പേജുകളിൽ നിസ്കാരാനന്തരം മഅ്മൂമീങ്ങളെ കൂടി ഉൾപ്പെടുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂട്ടുപ്രാർത്ഥന തന്നെയാണ് നടത്തിയിരുന്നത് എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ കാണും അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനത്തിനാ വഫീ മുദ്ദിനാ വഖാഇനാ എന്നിപ്രകാരം തങ്ങൾ പ്രാർത്ഥിച്ചതായി. നിസ്കാരാനന്തരം മഅ്മൂമീങ്ങളെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് തങ്ങൾ പ്രാർത്ഥിച്ചത്. കൂട്ടുപ്രാർത്ഥനയാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവസാനത്തെ കള്ളിക്ക് പറയും നാ ഫത്തുൽമിലുണ്ടല്ലോ എഴുന്നേറ്റ് പോകാൻ. എവിടെയെ കുറിച്ചാലും ഫത്തുൽമിലുണ്ട് എന്താണത്? അമ്മലിമാമു ഇദാ തറകൽ ഖിയാമ അല്ലദീ ഹുവ അഫ്ളു ഫല്ലഫ്ളു യഅലമീന ഇലൽ മൗമൂമിന വയസാരിഹി ഇലൽ ഖിബ്ലത്തി. അമ്മലിമാമു അപ്പോൾ ഇമാമു. ഈ അമ്മലിമാമു എന്ന് പറയുമ്പോൾ അമ്മന്റെ മുമ്പുള്ളത് പരിശോധിക്കാം. അപ്പോഴേ അമ്മക്ക് പ്രസക്തിണ്ടാകൂ. എന്താ അമ്മലിമാമു പറഞ്ഞ താല്പര്യം? അതിന്റെ മുമ്പ് പറഞ്ഞത് തനിച്ച് നിസ്കരിക്കുന്ന ആളും മഅ്മൂമും സലാം വീട്ടി കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും ശ്രേഷ്ഠം അത്തവജ്ജുഹു നഹവൽ ഖിബ്ലയാണ്. തനിച്ച് നിസ്കരിക്കുന്ന ആളും മഅ്മൂമും സലാം വീട്ടിയാൽ അവർക്ക് ഏറ്റവും ശ്രേഷ്ഠം അത്തവജ്ജുഹു നഹവൽ ഖിബ്ലയാണ്, ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരിക്കലാണ്.
നെൽത്തോട്ടോ ഇടത്തോടോ തിരിഞ്ഞിരിക്കണ്ട, കിബിലയിലേക്ക് തിരിഞ്ഞിരിക്കലാണ് അവർക്ക് ഏറ്റവും ശ്രേഷ്ഠം. അത് പറഞ്ഞ ശേഷം പറഞ്ഞു അമ്മൽ ഇമാം. കാരണം അതിന്റെ മുമ്പ് തനിച്ച് നിൽക്കുന്നവര് മമ്മൂക്കിന്റെ കാര്യം പറഞ്ഞത്. അമ്മൽ ഇമാമു, അപ്പോൾ ഇമാമ് ഇരാതരക്കൽ ഖിയാമല്ലദീ ഹുവ അഫ്ളലു, ഇമാമിന് ശ്രേഷ്ഠമായ ഖിയാമിനെ ഉപേക്ഷിച്ചാൽ, ഇമാമിന് ശ്രേഷ്ഠമായ ഖിയാമന ഏതിനേക്കാൾ ശ്രേഷ്ഠം? ഇരാതരക്കൽ ഖിയാമല്ലദീ ഹുവ അഫ്ളലൂന, ഹുവ അഫ്ളലു എന്ന ഏതിനേക്കാൾ ശ്രേഷ്ഠം. وأفعل التفضيل سله أبدا تقديرا أو لفظا من إن جردا وأفعل التفضيل سله أبدا تقديرا أو لفظا من إن جردا. അഫ്ളൽ തഫ്ളീലിനോട് നീ ചേർത്ത ഒരു നിന്നിനെ തഖ്ദീറിൽ അല്ലെങ്കിൽ ലഫ്ളിൽ എപ്പോഴും ചിന്തിത. അഫ്ളൽ തഫ്ളീൽ മുജറദാണെങ്കിൽ മുളാഫോ മുഹല്ലാക്കിയല്ലോ, അല്ലെങ്കിൽ ഇവിടെ മുജറദാണ്. അല്ലദീ ഹുവ അഫ്ളലു, അത് ഇസ്ലാമില്ല ഇല്ല. അതുകൊണ്ട് അതിന്റെ ശേഷം നിന്ന് വേണം ഏതിനേക്കാൾ. ഏതിനേക്കാൾ ശ്രേഷ്ഠമായ ഖിയാമ് നേരത്തെ പറഞ്ഞ അത്തവജുഹ് നേടലുകളേക്കാൾ ശ്രേഷ്ഠമായ ഖിയാമിനെ ഇമാം ഉപേക്ഷിച്ചാൽ ഫല്ലഫ്ളലു, ഇമാമിന് ഏറ്റവും ശ്രേഷ്ഠമായത്. അവിടെ ഏതിനേക്കാളും വേണ്ട ഫല്ലഫ്ളലുന മുഹല്ലാക്കിയല്ല. ഇമാമിന് ഏറ്റവും ശ്രേഷ്ഠമായത് യമീനിഹി, ഇമാമിന്റെ വലതുഭാഗത്തിലാക്കലാണ് മൗമൂമിന, മൗമൂമികളിലേക്ക് വയസാനിഹി, തന്റെ ഇടതുഭാഗത്തെ വിലയിലേക്കും. ആ വസമീലുള്ള ഇമാമിന്റെ മൂന്നവസ്ഥ. ഒന്ന് അത്തവജുവിനെ അവർക്ക്, രണ്ട് ഖിയാമ്, മൂന്ന് മൗമൂമികളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. മൂന്നവസ്ഥ ഇമാമിനെ കുറിച്ച് പറഞ്ഞത്. ഈ അത്തവജുവിനെ ഇമാമിനെ കുറിച്ച് പറഞ്ഞു എന്ന് ഗ്രഹിക്കുന്നത് ഏത് ഭാഗത്ത? അല്ലദീ ഹുവ അഫ്ളലു എന്ന് പറഞ്ഞ ഭാഗത്ത മുജറദായിരുന്നു. കാരണം ഏതിനേക്കാൾ. ഈ മൂന്നവസ്ഥയിൽ ഇമാമിന് ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? മൗമൂമിന വയസാലിഹീനൽ. ചർച്ച ഇത്തരം കിതാബിൽ പൊതുവായ ചർച്ചയാണ്. അതുകൊണ്ട് തരാൻ നോക്കിയിട്ട് ഉടനെ എഴുന്നേറ്റ് പോകണമെന്ന് പറയാന് പ്രമാണങ്ങളുടെ പിൻബലോ അല്ലെങ്കിൽ പിന്നീട് കിതാബുകളുടെ അനുകൂലമൊന്നും അറിയില്ല. തിരക്കുണ്ടെങ്കിൽ വേറെ വല്ല ഏർപ്പാടുണ്ടെങ്കിൽ പോയി വേറെ നോക്കണ്ട, വേറെ കൊടുക്കണ്ട. നന്മ ചെയ്യുന്നത് മുടക്കാനായിട്ട് പാർട്ടി ഉണ്ടാക്കുന്നതിനാ പൊന്നാര ഹരീഫന്മാരെ. വല്ല മനുഷ്യന്മാരും ഇട്ടോട്ട് വഴി ചെല്ലുകയാണെങ്കിൽ ചെല്ലിക്കോട്ടെ. നല്ല കാര്യങ്ങൾ മുടക്കാനായി പാർട്ടി ഉണ്ടാക്കണ്ട. ഏതെങ്കിലും ദുർബുദ്ധിക്കാരൻ പാർട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ വേറെ അതിനോട് സഹകരിക്കണ്ട. തിരിച്ചുകൊടുത്താൽ ബുധനാഴ്ചക്കാർക്ക് പള്ളി അടിക്കാൻ പാടില്ലെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ, സലാം പറയണ്ടെന്നല്ല പറഞ്ഞു. തിരിച്ചുകൊടുത്താൽ ഒഴിവാക്കിലേക്ക് കൂടാൻ പോണ്ടാവും. നമുക്കിതിനെക്കുറിച്ച് വ്യക്തമായ സമീപനമുള്ള പൂർവികമായി നൂറ്റാണ്ടുകളായി നിലനിന്ന് വരുമ്പോൾ അതിനെ വിമർശിക്കുന്നത് 100 വട്ടം ആലോചിച്ചു വേണമെന്ന് ഞാൻ പലതവണ ആവർത്തിച്ച് പറയാനുള്ള കാരണം ആലോചിച്ചു വേണം, ധൃതി വേണ്ട. ശക്തമാകുന്ന ലാഘവത്തോടെ ആശയം മാറ്റണ്ട, ആലോചിച്ചു വേണം. ഇനി അത് മാത്രമല്ല, ഒരു വിരായി വർത്തമാനക്കാരൻ പ്രദേശത്ത് വന്നാൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഞാൻ വിസ്തരിച്ച് പറയുന്നില്ല. ഒന്ന്, അവർ പുതുതായി മദ്രസ ഉണ്ടാക്കാൻ ശ്രമിക്കും. രണ്ട്, പള്ളി വേറെ ഉണ്ടാക്കാൻ ശ്രമിക്കും. എന്തിനാണ് ഈ വിഭജനം? ഭിന്നിപ്പ് ശാശ്വതീകരിക്കാനുള്ള ശ്രമമാണ്. ഏതെങ്കിലും വിധേനം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണെങ്കിൽ അത് ഫെയറാണ്. അതിന് അവസരം ഉണ്ടാകരുത് എന്നുള്ള ദുഷ്ടലാക്കോട് കൂടിയാണ് വേറെ സ്ഥാപനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്. മാത്രമല്ല, ഇതൊക്കെ വേറെ ഉണ്ടാക്കുന്നതിന്റെ ഒരു ദുരിതം അല്ലെങ്കിൽ ഒരു അനന്തര ഫലം എന്താണ്? അപ്പൊ മദ്രസകളൊക്കെ വേറെ ഉണ്ടാക്കുമ്പോൾ അവർ കാര്യമായി പറയാറുള്ള ന്യായം നടക്കുന്നത്, സുന്നത്ത് ജമാഅത്തിന്റെ മദ്രസകളിൽ നിന്ന് ഖുർആനൊന്നും അർത്ഥസഹിതം പഠിക്കാനുള്ള സൗകര്യം കിട്ടില്ല. വേറെ വേറെ മദ്രസയിൽ വിനയക്കാരുടെ മദ്രസയിൽ അർത്ഥസഹിതം പഠിക്കാനുള്ള സൗകര്യമുണ്ട്. ഇങ്ങനെ സാധാരണക്കാരെ അവിടെ അർത്ഥം പഠിച്ചിട്ടുണ്ട്, അർത്ഥം പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾ വളരെ ആലോചിച്ചും സൂക്ഷിച്ചുമാണ് പാഠ്യപദ്ധതി തയ്യാറാക്കിയത്. എങ്ങനെ? ഓരോരുത്തരുടെ പ്രായത്തിന് മാനസിക വളർച്ചക്കനുസരിച്ചുള്ള പാഠ്യപദ്ധതി, മനഃശാസ്ത്രപരമായ സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് തയ്യാറാക്കിയത്. മനുഷ്യന് ശാരീരികമായ വളർച്ചക്കനുസരിച്ചുള്ള ആഹാരമാണ് ആരും നൽകുക. ആരും അങ്ങനെ നൽകുക.
ജനിച്ച ഉടനെ മുന്തിയ ഭക്ഷണമെന്ന് പറഞ്ഞ് കുട്ടികൾക്കാരും ബിരിയാണി കൊടുക്കാറില്ല. പ്രസവിച്ചോടെ ബിരിയാണി കൊടുക്കരുത്. എന്താ കൊടുക്കാത്തത്? അവന്റെ ആമാശയം, അവന്റെ ശരീരം ദഹനപ്രായം പ്രാപിച്ചിട്ടില്ല. അവിടെ കൊടുക്കാത്തത് ഉമ്മാനും മലപ്പാലും മാത്രമേ കൊടുക്കൂ. ദഹനപ്രായം പ്രാപിച്ചിട്ടില്ല. ഇത് ശരീരത്തിന്റെ അവസ്ഥ ആർക്കും അറിയാം. ഈ അവസ്ഥ മനസ്സിലുണ്ട്. മാനസികമായ വളർച്ചക്കനുസരിച്ചുള്ള എളിമ കൊടുക്കുന്നത് ദഹിക്കാവുന്ന ഞാൻ പതിവാ ഉണ്ടെന്ന് ഹയൂരിൽ സുഹൃത്തും ചർച്ചയിലായിട്ടുണ്ടാവും. എന്ത് ഹയൂല ചാത്തപ്പനോ എത്രയായിരുന്നു ഞാൻ മൂല്യന്മാർക്ക് ഹയൂരിൽ സുഹൃത്തും ചെയ്യാത്ത പോലത്തേക്കാൻ പറ്റിയില്ല. പിന്നെ ഇപ്പൊ സാധാരണക്കാരുടെ മുമ്പിൽ ഹയൂരിൽ സുഹൃത്തും ചർച്ചയിലായിരുന്നു. അതല്ലെങ്കിൽ കുത്തുബിന്റെ ഇസ്മുഷായി കത്തിമാണോ കത്തിമുഷായി ഇസ്മാണോ അത് അത്യാവശ്യം മുല്ലാസന്റെ എങ്ങനെ ഉണ്ടാവും ചർച്ചയിലാൽ മനസ്സിലാവില്ല. വേണ്ട. നമ്മുടെ ഡിഗ്രി ക്ലാസ്സുകളിൽ നിൽക്കുന്ന വിഷയങ്ങളൊക്കെ പ്രീ പ്രൈമറി കൊണ്ട് പഠിപ്പിച്ചാണോ മനസ്സിലാവില്ല. എന്നാ പറ്റിയ ആളുകളെ ലൂസാക്കി ടി പോലെ ആക്കാനല്ല. ദഹനപ്രായത്തിനനുസരിച്ചുള്ള ഭക്ഷണം, ഗ്രാഹ്യപ്രായത്തിനനുസരിച്ചുള്ള അറിവ്, അതാണ് ബുദ്ധിപരമായ രീതി. ദഹനപ്രായത്തിനനുസരിച്ചുള്ള ഭക്ഷണം, ഗ്രാഹ്യപ്രായത്തിനനുസരിച്ചുള്ള അറിവ്. ഇതിനെ നമുക്ക് പ്രചോദനമാകേണ്ട വിശുദ്ധ ഖുർആനാണ്. ഖുർആൻ അല്ലാഹു തആല പറഞ്ഞെന്താ? ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന സുമ്മ ഇന്ന അലൈനാ ബയാന. ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന. ആ പരിശുദ്ധ ഖുർആനിന്റെ ക്രോഡീകരണം, അതിന്റെ പാരായണം നാം ഏറ്റെടുത്തിരിക്കുന്നു. പിന്നെ അതിന്റെ ആശയം അർത്ഥം പഠിപ്പിക്കലോ അത് പിന്നെ സുമ്മ ഇന്ന അലൈനാ ബയാന. സുമ്മാണ് والباء للترتيب باتصال وثم للترتيب بانفصال ثم إن علينا بيانا. ഖുർആന്റെ ശരിയാണ്. അപ്പോ ഓതാൻ പഠിപ്പിക്കേണ്ട സമയത്ത് ഓതാൻ പഠിപ്പിക്കുക, അർത്ഥം പഠിപ്പിക്കേണ്ട സമയത്ത് അർത്ഥം പഠിപ്പിക്കാത്തുള്ള രീതിയാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ബുദ്ധിപരമായ മനഃശാസ്ത്രപരമായ സമീപനം. ആ രീതി തന്നെയാണ് നമ്മുടെ പാഠ്യവിഷയങ്ങളിലൊക്കെ സ്വീകരിച്ചു വന്നിട്ടുള്ളത്. ആ രീതി മറികടന്നുകൊണ്ടുള്ളത് ഒരിക്കലും പ്രയോഗവൽക്കരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരിക്കലും അത് ഗുണം ചെയ്യുകയും ഇല്ലാന്ന് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നു. വേറെ അതിനെക്കുറിച്ചിന്റെ ഉള്ളടക്കത്തെ കുറിച്ചൊക്കെ ഞാൻ ഇന്നലെ സൂചന നൽകിയിട്ടുണ്ട്, ഇന്ന് ആവർത്തിക്കുന്നില്ല. അതുപോലെ വേറെ പള്ളികൾ നിർമ്മിക്കാനുള്ള ബന്ധപ്പാടുണ്ടാകും, പ്രസ്ഥാനങ്ങൾ വരുമ്പോൾ വളരെ സൂക്ഷിക്കണം. പരമാവധി ഒരുമിച്ച് പോകാനുള്ള ഉത്സാഹം കാണിക്കണം. ഒരുമിച്ച് പോകാൻ വേണ്ടി എന്ത് ത്യാഗം സഹിക്കണം. നമ്മൾ ആലോചിക്കേണ്ട ഒരുമിച്ച് പോകാൻ വേണ്ടി എന്ത് ത്യാഗം സഹിക്കണം. ഭിന്നിപ്പിന് വേണ്ടി ത്യാഗം സഹിക്കേണ്ട കാര്യമില്ല. ഒരുമിച്ച് പോകാൻ വേണ്ടി എന്ത് ത്യാഗം സഹിക്കണം. ഭിന്നിപ്പിന് വേണ്ടി എന്താ ത്യാഗം? വളരെ സൂക്ഷിക്കണം. പള്ളികൾ വളരെയാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ രണ്ട് കാരണമുണ്ട്. നമ്മുടെ പള്ളികൾ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല? നമ്മളെ പള്ളികൾ കുത്തുകാറുന്നില്ല. മറ്റുള്ളവർക്ക് പ്രാദേശിക ഭാഷകൾ. നമ്മൾ എന്തുകൊണ്ടാണ് അറബിയിൽ തന്നെ വളരെ നിഷ്കർഷിക്കുന്നത്? വാശിയാണോ? അല്ല. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഖുത്ബയെക്കുറിച്ച് പരിചയപ്പെടുത്തിയത് ദിക്ർ എന്ന നിലക്കാണ്. ഇതാണ് ഇസ്ലാമിന്റെ യോഗനികുമാരി ഫത്വാവിലാകില്ല. അത് ദിക്ർ ഹുവ ഖുത്ബതോ എന്ന ലക്ഷണം നഹി തഫ്സീർ. സൂറത്തുൽ ജുമഅയിലെ 9-ാം ആയത്തിൽ ഖുത്ബയെക്കുറിച്ച് അല്ലാഹു പറഞ്ഞ ദിക്ർ. ഇമാം ബുഖാരിയുടെ റിവായത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുത്ബയെക്കുറിച്ച് പറഞ്ഞ ദിക്ർ. ഫൈദാ ഖറജൽ ഇമാമു തവല്ലു സുറഫഹു യസ്തമിഊന ദിക്റ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുത്ബയെക്കുറിച്ച് പറഞ്ഞ ദിക്ർ. അതുകൊണ്ടായിരിക്കും ഇമാം നവവി തങ്ങൾ സറഹുൽ മുഹദ്ദബ് 4-ാം വോളിയം 521-ാം പേജിൽ ഖുത്ബയെക്കുറിച്ച് പറഞ്ഞു, യുർതറു അന്നഹു ദിക്റുൻ മഫ്റൂദുൻ ഫശുരിത ബിൽ അറബിയതു കതശഹുദി വതക്ബീറത്തി ഇഹ്റാമി മാ ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി വഖാല യഖ്തു ബിൽ അറബിയത്തി. ഖുത്ബ അറബിയിലായിരിക്കൽ അനിവാര്യമാണെങ്കിൽ അന്നഹു ദിക്റുൻ മഫ്റൂദുൻ, അത് നിർബന്ധമാക്കപ്പെട്ട ദിക്റാണ്. അത്തഹിയ്യാത്ത് പോലെ തക്ബീറത്തുൽ ഇഹ്റാം പോലെ. അത്തഹിയ്യാത്തും തക്ബീറത്തുൽ ഇഹ്റാമും അറബിയിലായിരിക്കൽ അനിവാര്യമായതുപോലെ ഖുത്ബയും അറബിയിലായിരിക്കൽ അനിവാര്യമായ ദിക്റാണ്. ഭാഷ അറബിയായതുകൊണ്ടല്ല. അല്ലെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലേണ്ടത് അറബി ഭാഷക്കാരൻ അല്ലാഹു അക്ബർ,
ഉറുദുകാരൻ ഹുദാ ബടാഹേ, തമിഴൻ ആണ്ടവൻ വലിയവനാകുന്നു, മലയാളക്കാരൻ ദൈവം വലിയവനാകുന്നു. അങ്ങനെ രക്ഷപ്പെടുത്തില്ലേണ്ടത് എല്ലാവരും അല്ലാഹുവിനോട് അറബിയാണ് അറിയുന്നത്. അത്തഹിയാത്ത് എല്ലാവരും അറബിയാ ഓടേണ്ടത്. എന്നാ കുതുബി എല്ലാവരും അറബിയാന്ന് പോയിട്ടുണ്ട്. അതാണ് ഇമാം നവവി പറഞ്ഞത്. ഞാൻ പറഞ്ഞതല്ല. ഇമാം നവവി പറഞ്ഞത് സറൽ മോദറിൽ പറഞ്ഞതിന്റെ താല്പര്യമാണ് തശഹുദി തക്ബീറത്തുൽ ഇഹ്റാമി. അത്തഹിയാത്ത് തക്ബീറത്തുൽ ഇഹ്റാമി അറബിയിലായിരിക്കൽ അനിവാര്യമായതുപോലെ ഖുതുബയും അറബിയിലായിരിക്കൽ അനിവാര്യമായ ദിക്റാണ്. കാരണം ഖുർആനിൽ മജീദിലും ഖുതുബയെ കുറിച്ച് പ്രസംഗം നല്ല പറഞ്ഞിട്ടുള്ള ദിക്റാണ്. ചില ആളുകൾ പറഞ്ഞാൽ ഖുത്ബാന പ്രസംഗമല്ലേ, പ്രസംഗം തന്നെ മനസ്സിലാക്കുക. അങ്ങനെ ഖുത്ബാന പ്രസംഗമല്ല. ഖുത്ബ കേവല പ്രസംഗമാണെങ്കിൽ ജുമാന മീറ്റിംഗിന് അർത്ഥം. ഞാൻ ഈ നിർവഹിക്കുന്ന പ്രസംഗമാണ്, നിങ്ങൾ കൂടിയത് മീറ്റിംഗാണ്. പക്ഷേ ഇത് ഖുത്ബ അല്ല, ജുമാനല്ല. ഖുത്ബ പ്രസംഗമല്ല എന്നുള്ളതിന് ഏത് കിതാബ് പോരാത്തവരും മനസ്സിലാവുന്ന കാര്യങ്ങൾ പറഞ്ഞു വിസ്തരിച്ച് വിഷയം പറയല്ല. ഞാൻ ഇരിക്കുന്ന ഖുത്ബയ്ക്ക് ചില മറുപടികളും ചർച്ചകളൊക്കെ ഉണ്ട്. അതൊക്കെ പാലിക്കപ്പെട്ടാലേ ഖുത്ബയാവുള്ളൂ, അല്ലെങ്കിൽ പ്രസംഗമാവും. ഖുത്ബ നിർവഹിക്കുന്ന ആൾ പുരുഷനാവും. പ്രസംഗിക്കുന്ന പുരുഷനായിക്കോളുന്ന പെണ്ണു പ്രസംഗിച്ചാലും പ്രസംഗം. ഖുത്ബ നിർവഹിക്കുന്ന അവസരമാക്കണം. നമ്മുടെ നാട്ടിൽ എത്ര ആത്മവസരങ്ങളാണ് പ്രസംഗിക്കുന്നത്? അവസരം തന്നെ ഖുത്ബയല്ല. ഖുത്ബ നിർവഹിക്കുന്നയാൾ ചെറുതും വലുതുമായ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായിരിക്കണം. പൊതുലാളുകളെ പ്രസംഗിക്കാൻ ചില അവസരം. ഞാൻ ചോദിക്കട്ടെ, നാടൻ ശൈലിയിൽ ഇപ്പൊ ഞാൻ ഇവിടെ പ്രസംഗിച്ചിറങ്ങുമ്പോ ഞാൻ ഉടുത്ത മുന്തൽ തുണിക്ക് മുട്ടുമുക്കൾ കഴിഞ്ഞ ഒരു 10 വയസ്സോളം വട്ടത്തിലൊരു ദ്വാരം വേണം സങ്കല്പിക്കുന്നു. ഇന്നെന്താ പറയാ, കുറച്ച് തുണിക്ക് കഴിഞ്ഞു സത്യവ് നിബർമ്മങ്ങൾ അറിഞ്ഞപ്പോ തുണിക്ക് ഓട്ടണമെങ്കിൽ എന്താ പറയാ, നമ്മളെ സത്യവിനെ തുണി കീറിയിട്ട് രണ്ടാമത് കുത്തുപോകണം പറയും. പ്രസംഗിക്കുന്ന ആളെ തുണിക്ക് ഓട്ടം ഇറങ്ങി രണ്ടാമത് പ്രസംഗിക്കാൻ പറയണം. ഇതൊക്കെ രണ്ടാമത് സുന്നി പറയാം, അസുന്നി പറയാം. എന്താ വ്യത്യാസം? കുസുനി പ്രസംഗത്തിന് വ്യത്യാസം ആർക്കാരും പറയില്ല. ഇത് രണ്ടും ഒന്നാണെങ്കിലും സർവ വിദ്യ കിതാബിൽ ഖുത്ബ അറബിയിലായിരിക്കാൻ ശർത്താണെന്ന് പറഞ്ഞ ശേഷം ലിറ്റി വാഴി കലത്തി ഒരു കലത്തിനാണ്. സർവ മുൻഗാമികളും പിൻഗാമികളും പിൻവലിച്ചതിന് വേണ്ടി അറബികൾക്കറിയാവുന്ന പോലെ അറബികൾ അല്ലാത്തവർക്കറിയും സലഫും ഹലഫും ഖുത്ബ നിർവഹിച്ചു പോകുന്നത് അറബിയിൽ മാത്രമാണ്. ശ്രോതാക്കൾക്ക് മനസ്സിലായപ്പോഴും മനസ്സിലാകാത്തപ്പോഴും. ഏതുവരെ? തുർക്കിയിലെ മുസ്തവാക്കമായ ഭാഷ വരെ. അതിനു മുമ്പ് മുസ്ലിം ലോകത്ത് അറബിയല്ലാത്ത ഖുത്ബ എന്ന ആശയം ഒരാളും ഉന്നയിച്ചിട്ടില്ല. മുസ്ലിം ലോകത്ത് വസ്തുത കേരളത്തിൽ സഹാബത്താണ് ഖുത്ബയും ജുമയും തുടങ്ങുന്നത്. പക്ഷേ ആദ്യമായ ഖുത്ബ മലയാളത്തിൽ നിർവഹിക്കുന്നത് കൊച്ചിയിലെ പുതിയവളാണ്. മൗലവിന്റെ വസ്തുത നമുക്ക് ഉറപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദ്ദുക്കരായ മുൻഗാമികളും ശറഈയായ ഖുത്ബകൾ അവർ നിർവഹിച്ചിരുന്നത്, അർക്കാനുകളും അനുബന്ധങ്ങളും മുഴുവൻ നിർവഹിച്ചിരുന്നത് അറബിയിൽ മാത്രമേ പോകും. എന്നാ പിന്നെ ആ വൈകാണ് ഉണ്ടാക്കുക. ജമാഅത്തിന്റെ സ്ഥാപകൻ അബുലഹബിന്റെ ഖുത്ബാത്തിന്റെ ആമുഖത്തിൽ രണ്ടാം ഖുത്ബ അറബിയിൽ തന്നെ വാണെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. എന്നാ രണ്ടാം ഖുത്ബാനെ രണ്ടാം പ്രസംഗമല്ലേ? രണ്ടാം പ്രസംഗം തന്നെ തിരിയാണ്ടാത്ത പ്രസംഗം. ഒന്ന് തിരിയുന്നതും രണ്ടാമത്തെ ആള് തിരിയുക. അത് യഥാർത്ഥത്തിൽ താത്വികമായി ആശയത്തോട് യോജിക്കല്ലാതെ ആർക്കും നൂറുന്നില്ല. അതുകൊണ്ട് ആളുകളുടെ ഖുത്ബയും ജുമയും സാധുവാകണം നിർബന്ധമുണ്ടെങ്കിൽ അറബി ഖുത്ബ തന്നെ വേണം. അത് പസാറാക്കാനാണ് വേറെ പള്ളിയെ പഞ്ചായത്ത് നിൽക്കുന്നത്. പിന്നെ നമ്മളെ കുറിച്ച് ആക്ഷേപം സ്ത്രീകൾ ജുമയെ കൊണ്ടുവരില്ല, പള്ളിയിൽ കൊണ്ടുവരില്ല. ഇല്ല, എന്താ കാരണം? അതെ കൊണ്ടുതന്നെ പറയാൻ എന്താ കാരണം? ആണും കൊണ്ടു ഒരുപോലെയാണ്. ആണും കൊണ്ടു ഒരുപോലെയാണെങ്കിൽ ആണും കൊണ്ടുപോകും. എന്താ ആൺകൊണ്ടു ഒരുപോലെയാണെങ്കിൽ പൊന്നാര ഹരിയന്മാരെ ആണും കൊന്നുമാവും. ഒരുപോലെയല്ല, രണ്ടുപോലെയാണ്. ഒരുപോലെ നാല് പേർക്കും സ്ത്രീ പുരുഷന്മാർക്കായി ഒരുപാട് വ്യത്യാസമുണ്ട്. അത് ഞങ്ങളാരുണ്ടാക്കിയ വ്യത്യാസമല്ല. വിശ്വാസികൾ വര ദൈവത്തിന്റെ സൃഷ്ടിപ്പിലുള്ളതാണ്. നിഷേധികൾ വര പ്രകൃതിയുടെ അത്ഭുതകരമായ പ്രതിഭാസമാണ്. എന്ത് പേര് പറഞ്ഞാലും വ്യത്യാസമുണ്ട്. മനോബലത്തിൽ വ്യത്യാസമുണ്ട്, കായബലത്തിൽ വ്യത്യാസമുണ്ട്, മറ്റു തലത്തിൽ വ്യത്യാസമുണ്ട്. സുന്നി അസുന്നീനല്ല, മുസ്ലിമോ അമുസ്ലിമോ എന്നല്ല, എല്ലാ ആളുകളിലും ഇടയിൽ വ്യത്യാസമുണ്ട്. തലച്ചോറിൽ വെള്ളം പറ്റാത്തവർക്ക് അത്ര മനസ്സിലാവും. നോക്കൂ, നിങ്ങൾ സ്ത്രീകളുടെ വിധേയത്വ സ്വഭാവമാണെങ്കിൽ പുരുഷന്റെ ആധിപത്യ സ്വഭാവമാണ്. മനോബലത്തിലുള്ള വ്യത്യാസം സൂചിപ്പിക്കുന്നത്.
സ്ത്രീകളുടെ ശരീരഘടന മൃദുലമാണെങ്കിൽ പുരുഷന്റേത് അതിനെ അപേക്ഷിച്ച് പരിക്കനാണ്. കായബലത്തിലുള്ള വ്യത്യാസമാണ് വ്യക്തമാക്കുന്നത്. ഇങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള അധികാരാവകാശങ്ങളാണ് ഇരു വിഭാഗങ്ങൾക്കും ഇസ്ലാം നൽകിയത്. നോക്കൂ, ലോകത്ത് 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ആദം നബി അലൈഹി സ്വലാം മുതൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ. ഒരൊറ്റ വനിതാ പ്രവാചകനും ഉണ്ടായിട്ടില്ല. ലഭിച്ച് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എന്താ കാരണം? പരസ്യ പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക എന്ന പ്രവാചകന്മാരുടെ ശ്രമകരമായ ദൗത്യം ചുമതല ഏറ്റെടുക്കാൻ സ്ത്രീത്വം അനുകൂലമല്ല. അതുകൊണ്ട് പ്രവാചക നിയോഗത്തിൽ വനിതാ വിഭാഗത്തെ അള്ളാഹു മാറ്റി നിർത്തി. വ്യത്യാസമല്ലേ? ഇങ്ങനെ ഏത് കാര്യം പരിശോധിച്ചാലും വ്യത്യാസമുണ്ടാകും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു, സ്ത്രീകൾക്ക് ബുദ്ധി നീര് കുറവാണ്. ഇല്ലാന്നല്ല, കുറവാണ്. ആപേക്ഷികമായി പുരുഷനെ അപേക്ഷിച്ച് കുറവാണ് എന്നർത്ഥം. കൂട്ടത്തിലൊരു സ്ത്രീ ഉടനെ തങ്ങളോട് സംശയം ചോദിച്ചു, എന്താണ് ചെയ്ത് ഞങ്ങൾക്ക് കുറവ് ചോദിച്ചു. തങ്ങളെ അങ്ങനെ വിശദീകരണം നൽകി. ബുദ്ധി കുറവാണെന്ന് പറയാൻ കാരണം, ഒരു പുരുഷൻ സാക്ഷി നിൽക്കേണ്ടിടത്ത് 2 സ്ത്രീകൾ സാക്ഷി നിൽക്കാമെന്ന് ഖുർആനിലല്ലേ ഉണ്ട്. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ഒരു പെണ്ണ് വന്നാൽ മറ്റേ പെണ്ണ് ഓർമ്മപ്പെടുത്താനാണെന്ന്. അതെ, അത് അണ്ണപേക്ഷി പെണ്ണ് ബുദ്ധി കുറവായതുകൊണ്ട് തന്നെ. അതുകൊണ്ടല്ലേ ഒരു പുരുഷന് പാരം 2 സ്ത്രീ നിർത്ത്. അപ്പൊ ബോധ്യം ഇതിനെ ഞാൻ വേറെ പാലുണ്ടാക്കാൻ പറ്റില്ല. ബോധ്യം പിന്നെ ദീന് കുറവാണെന്ന് പറയാൻ കാരണം, സ്ത്രീകൾക്ക് ഒരു നിശ്ചിത പ്രായം മുതൽ മറ്റൊരു പ്രായം വരെ മാസത്തിൽ ഏതാനും ദിവസങ്ങളിൽ മെൻസസ് ഉണ്ടാകാറുണ്ട്. സാധാരണഗതിയിൽ 5-6 ദിവസം, ചുരുങ്ങിയാൽ ഒരു ദിവസം, കൂടിയാൽ 15 ദിവസം. 6 ദിവസം വെച്ചോ എന്നാ 12-72, ഒരു കൊല്ലത്തിന് 72 ദിവസമായി. ഏകദേശം 2 മാസമായി. ഒരു കൊല്ലത്തിന് 2 മാസമായി. ആ കൊല്ലത്തിന് 10-20 കൊല്ലാകുമ്പോഴോ ഒരുപാട് കാര്യം. ഈ കാലയളവിൽ സ്ത്രീകൾക്ക് നിസ്കാരം ഹറാമാണ്. അതിനൊരു തലാവുമില്ല. അപ്പൊ അവരെ അക്കൗണ്ടിൽ ഇതൊരു കുറവന്നെയുള്ളൂ. ആണുങ്ങൾക്ക് മനസ്സിലുണ്ടാകാറില്ല, അവരെ അക്കൗണ്ടിൽ കുറവില്ല. അതങ്ങനെ കുറവുണ്ട്. ബോധ്യം അതിന് വേറെ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ സ്ത്രീ പുരുഷന്മാർക്കിടയിലുണ്ട്. ഈ വ്യത്യാസങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള അധികാരാവകാശങ്ങളാണ് ഈ വിഭാഗങ്ങൾക്ക് നൽകപ്പെട്ടത്. ജുമുഅത്തും ജമാഅത്തിനും പള്ളികളിൽ വരുന്നതിനെ ജുമുഅന്റെ കാര്യം ആദ്യം. പുരുഷന്മാർക്ക് ജുമുഅ നിർബന്ധമാണ്. സ്ത്രീകൾക്കോ അവിടെ വലിയ കാര്യമല്ല. പുരുഷന്മാർക്ക് ജുമുഅ നിർബന്ധമെന്ന് പറയാനുള്ള കാരണം എന്താ? സൂറത്തുൽ ജുമുഅയുടെ 9-ാം ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്. വെള്ളിയാഴ്ച ദിവസം ജുമുഅ നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിക്കപ്പെട്ടാൽ നിങ്ങൾ അല്ലാഹുവിന്റെ ദിക്റിലേക്ക് ജുമുഅക്ക് വേഗം പോകണമെന്ന് ഖുർആനിലെ കൽപ്പന ഉണ്ട്. ഈ കൽപ്പന ആണുങ്ങൾക്ക് മാത്രമാണ്, സ്ത്രീകൾക്ക് ബാധകമാണ്. കാരണം ആയത്തിൽ തന്നെ വദറുൽ ബൈഅ, കച്ചവടം ഉപേക്ഷിക്കുകയും ചെയ്യുക. അപ്പൊ വദറുൽ ബൈഅ എന്ന പ്രയോഗം പുരുഷന്മാരെ മാത്രം ഉദ്ദേശിച്ചുള്ള കൽപ്പനയാണെന്ന് സൂചിപ്പിക്കുന്നു. വ്യക്തമാക്കുന്നതൊന്നും ഞാൻ പറഞ്ഞില്ല, സൂചിപ്പിക്കുന്നു. മാത്രമല്ല, ജുമുഅക്ക് പോകാനുള്ള കൽപ്പന സ്ത്രീകൾക്ക് ബാധകമല്ല. കാരണം നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു, അൽ ജുമുഅത്തു ഹഖ്ഖുൽ വാജിബുൻ അലാ കുല്ലി മുസ്ലിമിൻ ഇല്ലാ അലാ അർബഅ അബ്ദിൻ മംലൂക്കിൻ ഔ ഇംറഅത്തിൻ ഔ സബിയ്യിൻ ഔ മജ്നൂൻ. ജുമുഅ നിർബന്ധമായും അവകാശപ്പെട്ടതാണ് മുഴുവൻ മുസ്ലിങ്ങൾക്കും, 4 വിഭാഗത്തിനൊഴികെ: അടിമ, കൊച്ചുകുട്ടി, മാനസിക രോഗി, സ്ത്രീ. ഈ 4 വിഭാഗത്തിൽ ജുമുഅയുടെ നിർബന്ധമല്ല, അവകാശമല്ല. ജുമുഅയുടെ നിർബന്ധത്തിൽ നിന്ന്, അവകാശത്തിൽ നിന്ന് 4 വിഭാഗത്തെ റസൂലുള്ളാഹി ഒഴിവാക്കി. ഒഴിവാക്കപ്പെട്ട കൂട്ടത്തിൽ സ്ത്രീകളുണ്ട്. അതുകൊണ്ട് അവർക്ക് നിർബന്ധമല്ല. ഇന്നെന്തേ ഒഴിവാക്കിയത്? ഈ 4 വിഭാഗത്തിൽ ഒഴിവറിന്റെ പ്രതിബന്ധമുണ്ട്. എന്താ പ്രതിബന്ധം? കുട്ടിന്റെ പ്രതിബന്ധം എന്താ? കുട്ടിത്വം. എല്ലാവരും നിർബന്ധവും. അടിമന്റെ പ്രതിബന്ധം എന്താ? അടിമത്വം. സ്വതന്ത്രനായ നിർബന്ധവും. മാനസിക രോഗി പ്രതിബന്ധം എന്താ? മാനസിക രോഗം. ശിഥിലായ നിർബന്ധവും. സ്ത്രീയുടെ പ്രതിബന്ധത സ്ത്രീത്വം. മാറ്റങ്ങളാണ് ആണായ നിർബന്ധവും. അപ്പൊ ജുമുഅയുടെ നിർബന്ധത്തിൽ നിന്ന് 4 വിഭാഗത്തെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴിവാക്കി. അതുകൊണ്ട് ജുമുഅയുടെ നിർബന്ധം ഈ സ്ത്രീകൾ മുതലായവർക്കില്ല. മാത്രമല്ല, സൂറത്തുൽ ജുമുഅയുടെ 9-ാം ആയത്തിൽ ജുമുഅക്ക് പോകാനുള്ള കൽപ്പന ഉൾക്കൊള്ളുന്ന ആയത്തുണ്ട്.
ഇബ്നു കസീർ, റാസി, ഖുർത്തുബി, മദാരിക്, കശാഫ്, ഹാസിന്, ജമല്, റൂഹുൽ ബയാൻ, റൂഹുൽ മആനി തുടങ്ങിയ ഒരു ഡസനോളം തഫ്സീറുകൾ ഞാൻ പരിശോധിച്ചു. 2 ഡസൻ പരിശോധിച്ച് അധികം എഴുതുള്ളവർ വേറെ തന്നെ പറഞ്ഞോളൂ, നമുക്ക് കുഴപ്പമില്ല വാപ്പ. ഒരു ഡസനോളം തഫ്സീറുകൾ നമ്മൾ പരിശോധിച്ചു. ഈ തഫ്സീറുകളിലൊക്കെ പറഞ്ഞിട്ടുള്ള എന്തായോ, ജുമുഅത്ത് ഓതാനുള്ള കൽപ്പന പുരുഷന്മാരെ മാത്രം ഉദ്ദേശിച്ചുള്ളതാണ്, സ്ത്രീകൾ മുതലായവർക്ക് അത് ബാധകമല്ല. ആയത്ത് നൽകുന്ന സൂചന, ഹദീസ് നൽകുന്ന പാഠം, തഫ്സീറുകളിലുള്ള പരാമർശം ജുമുഅയുടെ നിർബന്ധം സ്ത്രീകൾക്ക് ബാധകമല്ല, പുരുഷന്മാർക്ക് മാത്രമുള്ളതാണ്. ഇനി അത് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ അബ്ദുൽ ഖുർആൻ പരിഭാഷ, മുജാഹിദ് നേതാക്കളിൽ പ്രമുഖരായ ഉമർ മൗലവിയുടെ ബന്ധമാണ് ഖുർആൻ. അതിലൊക്കെ പറയുന്നുണ്ട് സ്ത്രീകൾക്ക് ജുമുഅക്കോ ജമാഅത്തിനോ പള്ളിയിൽ പോലും പുണ്യമല്ല, നിർബന്ധമല്ല. അപ്പൊ ആയത്ത്, ഹദീസ്, തഫ്സീർ, വിലയ് നേതാക്കളുടെ പരിഭാഷ, ഇതൊക്കെ പറയുന്നത് സ്ത്രീകൾക്ക് ജുമുഅയുടെ നിർബന്ധമോ അവകാശമോ ഇല്ലാന്ന്. പിന്നെ എന്താവശ്യത്തിനായി വാദിക്കുന്നത്? എനിക്ക് മനസ്സിലാവും. ജമാഅത്തിന്റെ കാര്യം വളരെ വിസ്തരിച്ച് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ജമാഅത്തിന്റെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞേക്കാം. പുരുഷന്മാർ പള്ളിയിൽ വെച്ച് നിശ്ചയിക്കുന്നതിനെ തങ്ങൾ പ്രോത്സാഹിപ്പിച്ചു, വീടുകളിൽ വെച്ച് നിശ്ചയിക്കുന്നതിനെ നിരുത്സാഹപ്പെടുന്നു. ഇതാണ് ഹദീസ് നൽകുന്ന പാഠം. സ്ത്രീകളുടെ നേരെ മടക്കും. വീടുകളിൽ വെച്ച് സ്ത്രീകൾ നിശ്ചയിക്കുന്നതിനെ തങ്ങൾ പ്രോത്സാഹിപ്പിച്ചു, പള്ളികളിൽ പോകുന്നതിനെ തങ്ങൾ നിരുത്സാഹപ്പെടുന്നു. തുല്യ സമീപനം ഏതായാലും അതില്ല. ഹദീസ് അറിയുന്ന ആരും ഞാൻ ഈ പറഞ്ഞ ആശയത്തെ സത്യസന്ധനാണെങ്കിൽ ചോദ്യം ചെയ്യില്ല. പുരുഷനോടും സ്ത്രീയോടും തുല്യ സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. പള്ളിയിൽ വെച്ച് നിശ്ചയിക്കുന്നതിനെ പുരുഷന്മാരെ പ്രോത്സാഹിപ്പിച്ചു, വീടുകളിൽ വെച്ചാകുമ്പോൾ നിരുത്സാഹപ്പെടുത്തി. സ്ത്രീകളുടെ നേരമാണ്. എന്നാൽ ഈ നിരുത്സാഹപ്പെടുത്തി സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിനെ എന്നതുകൊണ്ട് ഹറാമെന്ന് പറയാവോ? അതൊരു ഫിഖ്ഹി തത്വം. നമ്മൾ കാര്യങ്ങൾ മറച്ചു വെക്കുന്നില്ല. പൂർവ്വകാല പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കറാഹത്താണെന്ന് ഒട്ടാറെ ഫിഖ്ഹിൽ കിട്ടാറുണ്ട്. സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് കറാഹത്താണ്. ഹനഫി മദ്ഹബിൽ കറാഹത്താണെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം തഹ്രീമിന്റെ കറാഹത്താണെന്ന് ബദറുദ്ദീൻ അയ്നി അദ്ദേഹത്തിന്റെ ബുഖാരിയുടെ ഷറഹിൽ എഴുതി. തഹ്രീമിന്റെ കറാഹത്താണ്. ഇബ്നു ഹജർ തങ്ങളുടെ ഫതാവൽ കുബ്രയിൽ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് ഹറാമാണെന്ന് ഖണ്ഡിതമായി പറഞ്ഞിട്ടുണ്ട്. ആലൂസി അദ്ദേഹത്തിന്റെ റൂഹുൽ മആനിയിൽ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് ഹറാം മാത്രമല്ല, ചിലപ്പോൾ കബീറത്താകും, വൻ കുറ്റമാകുന്നു പറഞ്ഞിട്ടുണ്ട്. وقد يكون كبيرة إلى عظمة مفسدته أما إذا وجدت فهو حرام غير كبيرة എന്നാണ് ആലൂസിന്റെ ഭാഗത്ത്. അപ്പൊ കറാഹത്താണ്, തഹ്രീമിന്റെ കറാഹത്താണ്, ഹറാമാണ്, കബീറത്താണ് എന്നൊക്കെ അഭിപ്രായമുണ്ട്. നമ്മൾ കാര്യം തർക്കം ഒഴിവാക്കുക, പരമാവധി തർക്കം ഒഴിവാക്കുക. ഏറ്റവും താഴെ തകരുള്ള അഭിപ്രായത്തെ കറാഹത്താണ്. വാദത്തിന് വേണ്ടി എന്നാ എന്റെ വേണ്ട സ്ത്രീകൾ പള്ളിയിൽ പോലെ കറാഹത്താണ് എന്നതിന് വേണ്ട. കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചാൽ കൂലിയുള്ളത് എന്നാണ്. അപ്പൊ സ്ത്രീകൾക്ക് മരിച്ചു ചെന്ന് പണത്തോടെടുത്ത് കൂലി കിട്ടണമെങ്കിൽ പള്ളിയിലേക്ക് പോകാതിരിക്കണം. പിന്നെന്തിനു വേണ്ടിയാണ് ഈ കുഴപ്പം? വസ്തുതകളിലാണ്. ഈ കാര്യങ്ങളൊക്കെ ബോധ്യമായിട്ട് പിന്നെ ചില ആളുകൾ വാശി പിടിച്ച് നിൽക്കുകയാണെങ്കിൽ അത് നോക്കില്ല. ഇന്നത്തെ വാശിയാകുന്നത് ഒരു വലിയ രോഗമാണ്. അതിന് പടച്ച തമ്പുരാൻ ഹിദായത്ത് കൊടുക്കല്ലാത്ത യാതൊരു മരുന്നുമില്ല. വാശിക്ക് പടത്തോ ഹിദായത്ത് കൊടുക്കല്ലാത്തൊരു മരുന്നില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ? മഹാനായ കഥാതാരകാണ് ശത്രുക്കളുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ ശത്രുക്കളുടെ ആയുധം കട്ടി കഥാതാരകാണ് കണ്ണ് പറഞ്ഞു തോന്നി. 2 കൈകൊണ്ട് താങ്ങിപ്പൊളിച്ച് പ്രവാചക സന്നിധിയിൽ ചെന്നു. തങ്ങൾ പൂർവ്വസ്ഥാനത്ത് കണ്ണുവെച്ച് തടഞ്ഞു കൊടുത്തു. കാഴ്ച മുമ്പത്തേക്കാൾ തിരിച്ചു കിട്ടിയെന്ന് മാത്രമല്ല, മരണം വരെ ആ കണ്ണിന് പിന്നെ കാഴ്ചപ്പാടും ഉണ്ടായിട്ടില്ല. അതാണ് കൈസിഹിം വഖദാബത്തിൻ മൻ ഐനുഹു റുദ്ദത് ലികഫിൽ മുസ്തഫൽ ഹസനാജി.
മഹാനായ ഖത്താദയുടെ കണ്ണ് മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈകൊണ്ട് തടഞ്ഞപ്പോൾ അതിന്റെ കാഴ്ച പൂർവോപരി തിരിച്ചു കിട്ടി. ഈ വിവരം മുസൈലിമത്തുൽ കദ്ദാബിന്റെ അനുയായികളിൽപ്പെട്ട ഒരൊറ്റ കണ്ണനാണ്. മുസൈലിമ നബിയാന്ന് വാദിച്ചാണ്. ഓന്റെ അനുയായികളിൽപ്പെട്ട ഒറ്റ കണ്ണൻ ഈ വിവരം അവന് മുസൈലിമന്റെ അടുത്ത് എന്ന് പറഞ്ഞു. മുഹമ്മദിന്റെ അനുയായിക്ക് കണ്ണ് നഷ്ടപ്പെട്ട് മുഹമ്മദ് തടഞ്ഞപ്പോ കാഴ്ച തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇന്റെ ഈ കണ്ണിന് കാഴ്ചല്ല ഒന്ന് തടഞ്ഞാൽ തിരക്കണില്ല. തടഞ്ഞു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഓന്റെ നബിയാന്നല്ല വെച്ച് മുസൈലിമ തടഞ്ഞു കൊടുത്തു. തടഞ്ഞതോടുകൂടി മറ്റേ കണ്ണോട് പൊട്ടി, ഉള്ളതും പോയി കിട്ടി. മറ്റു കണ്ണ പൊട്ടി, രണ്ടും പോയി കിട്ടി. അങ്ങനെ തപ്പി തപ്പി പുറത്തിറങ്ങിയപ്പോ മുസ്ലിമീങ്ങളാണ് ഉപദേശിച്ചു, ഉള്ള കണ്ണും പോയി കിട്ടിയില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും ഷഹാദത്ത് ചൊല്ലി തൗബ ചെയ്ത് പശ്ചാത്തലത്ത് മടങ്ങിയേക്കണം. അപ്പൊ അയാൾ എന്താ പറഞ്ഞാലും ഇപ്പൊ നബിയാൻ എനിക്ക് ഉറപ്പായി. ഈ കണ്ണ് തന്നിട്ട് മറ്റേ കണ്ണല്ല കുട്ടിയായിരുന്നു. അപ്പൊ മുഴുവൻ വരുന്നത് തടഞ്ഞ കണ്ണിന് കൊട്ടാൻ പാടില്ല, തരത്തിലില്ലാത്ത മുഹാലാണ്. മറ്റേതും കൂടി അള്ള വീടാക്കിയതാണെന്ന് അയാൾക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. കാരണം ഇന്നത്തെ വാശി. അതുകൊണ്ട് അങ്ങനെയുള്ള വാശിയൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ വിശദീകരണ പ്രഭാഷണം വിദായി പ്രസ്ഥാനക്കാർക്ക് മാറി ചിന്തിക്കാനുള്ള അവസരം ഉണ്ടാക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ നമ്മൾ അമ്പിയാവുലിയാക്കന്മാരെ കുറിച്ച് മഹാന്മാരെ കുറിച്ചൊക്കെ ചില വിശ്വാസങ്ങളൊക്കെ വെച്ചു പുലർത്തുമ്പോൾ അതെങ്ങനെ പങ്കെടുക്കും? അതെന്താ ഇങ്ങനെ ചില ബുദ്ധി കൊള്ളുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഭൂമി ഒരുണ്ടാവർ എൻ കയ്യിൽ എന്നവർ, ഭൂമി അതൊക്കെയും ഒരു ചുമടെന്നവർ. ഭൂമി ഒരു ഉണ്ട പോലെ എൻ കയ്യിലെത്തി എന്നെ പറയും. ഇപ്പൊ മനസ്സിലായി പറയുന്നുണ്ടാവും. ഒരു കമ്പ്യൂട്ടറും ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഭൂമി ഒരു ഉണ്ട പോലെ എൻ വിരൽ തുമ്പിൽ എന്നവർ പറയുന്നവരാണ്. കയ്യൊന്നും മുഴുവൻ വേണ്ട അല്ലേ? ഭൂമി അതൊക്കെയും ഒരു ചുമടെന്നവർ. ഈ ആഗോളവൽക്കരണത്തിൽ നിന്ന് എതിർത്തിട്ട് കാര്യമില്ല. ലോകം മുഴുവൻ ഒറ്റ യൂണിറ്റാണ്. ഇനി വർഷക്കാലം അത് ഇവിടെ കേൾക്കാൻ പാടില്ല, മറ്റുള്ള അവർ കേൾക്കാൻ പാടില്ല, ഇന്ത്യ കേൾക്കാനും കേൾക്കാനും പാടില്ല, മനുഷ്യ മുഴുവൻ പഠിക്കുന്ന അറിയാൻ. ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളൊക്കെ നമ്മളെ പത്രങ്ങളിലോ സെൻസറിൽ ഇരുന്ന് നേരത്തെ കറുത്ത മഷടിക്കാം. പത്രം ഇറക്കുമ്പോഴേ ഇവർക്ക് പോലും വരാത്തുണ്ടെങ്കിൽ ഇനി മഷി അടിച്ചിട്ടുണ്ട കാര്യം. കാരണം ഇവിടെ ഇറങ്ങുമ്പോഴേക്ക് അവിടെ മഷി കത്താൻ കഴിഞ്ഞില്ല. ലോകം മുഴുവൻ യൂണിറ്റാണ്. സത്യത്തിൽ മുജാഹിദ് ജമാഅത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ അറിവഴഞ്ചന്മാരായി കൊണ്ടിരിക്കുകയാണ്. കാരണം പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ ഇവരെ പുറകോട്ട് മാറ്റി. ഇങ്ങനെയുള്ള ആധുനിക സൗകര്യങ്ങളില്ലാത്ത കാലത്ത് അമ്പിയാവുലിയാക്കന്മാർക്ക് ചില കഴിവുകളെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മൊയ്സത്ത് കറാമത്തെന്നൊക്കെ പറയാറ്. അത് സാങ്കേതികമായ പേരാണ്. ആ പേര് പറ്റിയില്ലെങ്കിൽ വേറെ ആളും പേരുകൾ മുസ്ലിമീങ്ങൾ വെക്കുന്ന പേരാണ്. മുസ്ലിമീങ്ങളുടെ പേരാണ്. പറ്റാത്തോണ്ടെങ്കിൽ ആ പേര് വെച്ചാൽ അത് തരി കൊള്ളില്ല എന്നാണ്. തരി കൊള്ളാത്ത ആ സംഭവം കുറച്ച് വലുതാണ്, സ്ഥലത്തേതാണ് കൊള്ളൂല്ലോ. തീർച്ചയായും ഈ ക്ലാസ്സിൽ ക്ലാസ് കൊള്ളൂ. കൊള്ളൂല. എന്താ കൊള്ളാത്ത? കൊള്ളൂല. ക്ലാസിന്റെ എന്താണ്? ക്ലാസ് വലുതാണ്. ക്ലാസ്സിനേക്കാണോ വലിയൊരു ക്ലാസ് ഉണ്ടാക്കി കൊണ്ടാലോ പഴയ കാലത്ത് കാരണന്മാർ പറയില്ലേ ഒരടങ്ങഴി ഒഴുകിയത് പറഞ്ഞുകൊണ്ടുള്ള. ഞാൻ ചോദിക്കട്ടെ, 8 അക്കം കൊടുത്തൊരു കാൽക്കുലേറ്റർ 8 ഡിജിറ്റ് 1 മുതൽ 8 വരാൻ പറ്റി ഇൻറ്റു ശരിക്കണം. ഇനി 1 മുതൽ 8 വരാൻ പറ്റി. എന്നിട്ട് സമം കേട്ട കാൽക്കുലേറ്റർ കണ്ടിമുട്ടി എന്നിലേക്ക് കൊടുക്കുക. അങ്ങനത്തെ അക്കങ്ങനെ മുന്നിയാവില്ല. എന്ത് പുരോഗമനം! ഭൂമിയിലുള്ള പോലെ കയ്യിലാണ് അവരെങ്ങനെ പറയുന്നത്. അരി കൊണ്ടാണ് അത് തലയോടാണ് മുരിശേഖരാജിൽ അങ്ങനെയാണ്. അതല്ലെങ്കിൽ കുട്ടിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽഭാഗം എന്നാവർ. എങ്ങനെ പറയുന്നു? എങ്ങനെച്ചപ്പം കാണില്ല. ഞാൻ ചോദിക്കട്ടെ, മൂസാ ഖദർ അലൈഹിസ്സലാമിന്റെ ചരിത്രം ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൽ വെള്ളിയാഴ്ചയെങ്കിലും സൂറത്തുൽ കഹ്ഫ് പ്രോഗ്രാം ഉണ്ടാകും. ചെറുപ്പത്തിലെ അർത്ഥം പഠിപ്പിക്കുന്നതിന്റെ വിജയക്കാരന്റെ അർത്ഥം പഠിക്കാതെ പോയോ? സൂറത്തുൽ കഹ്ഫിൽ മൂസാ ഖദർ അലൈഹിസ്സലാമിന്റെ ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൽ പറയുന്ന ഒരു സംഭവം, ഖദർ അലൈഹിസ്സലാം ഒരു കുഞ്ഞിനെ കുറിച്ച് കൊന്നു. മൂസാ നബി ഇത് കണ്ടപ്പോ സഹിച്ചില്ല, ഇഷ്ടാലാക്കി. ആ കഥത്തെ നഷ്ടം വിറയിലെത്തി
നിരപരാധിയായ കുഞ്ഞുങ്ങൾ വെറുതെ കൊല്ലേ ചെയ്ത് ശരിയല്ല. അങ്ങനെ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകുന്ന സമയത്ത് നൽകിയ വിശദീകരണം എന്താ? ആ കുഞ്ഞിന്റെ മാതാപിതാക്കൾ സാലിഹ്യങ്ങളായിരുന്നു. ഇവൻ വളർന്നു വലുതായാൽ അവരെയും കൂടി തയ്യാറാക്കുന്ന മാനസികാവസ്ഥ ഇവനുള്ളതെന്ന് എനിക്കിപ്പോ അറിയാം. അപ്പൊ ആ കുഞ്ഞിന്റെ മനസ്സിൽ ഇപ്പോഴുള്ളതറിയാമെന്ന് മാത്രമല്ല, വളർന്നു വലുതായാൽ ഉണ്ടാകാൻ പോകുന്നത് പോലും കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ അവന്റെ മനസ്സിലാകുമെന്ന് അവരറിയാൻ പറഞ്ഞത് ഖുർആൻ പറയുന്നു. അതൊരു വർഷമായിട്ട് അള്ളാഹ് അറിയിച്ചു കൊടുത്താണ്. ഇന്ന് രണ്ടുപേരും ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒരാൾ അറിയുന്നു, മറ്റൊരാൾ അറിയില്ല. ഒരാൾക്ക് അള്ളാഹു തആല അറിയിച്ചു കൊടുത്തു, അറിഞ്ഞു. മഹാന്മാരായ ആളുകൾ അള്ളാഹു തആല ഈ രീതിയിലെ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്നു ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മാ കാന അല്ലാഹു ലിയുദ്ലിയകും അലൽ ഗൈബി വലാകിന്ന അല്ലാഹ യഹ്തദീ ലിറുസുലിഹി മൻ യശാ. നിങ്ങളിൽ ഓരോരുത്തർക്കും അള്ളാഹു തആല മറഞ്ഞ കാര്യം അറിയിച്ചു തരില്ല, എല്ലാവർക്കും അറിയിച്ചു തരില്ല. അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ അറിയിച്ചു കൊടുക്കും. അടുത്ത വിചാരിച്ചവർക്ക് അറിയിച്ചു കൊടുക്കും. എന്നാൽ അതിന് ആരുള്ള കാര്യം മറഞ്ഞ കാര്യം അതിന് അള്ളാഹ് മാത്രമല്ല, അള്ളാഹ് മറിഞ്ഞ് മാത്രം അറിഞ്ഞാവുന്നല്ല. അള്ളാഹു തആലയെ പറ്റി ഖുർആൻ പറഞ്ഞത് ആലിമുൽ ഗൈബി വശഹാദ, മറഞ്ഞതും തെളിഞ്ഞതും ദൃശ്യവും അദൃശ്യവുമായ എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ അള്ളാഹു മാത്രം. നാം ദൃശ്യമായ കാര്യങ്ങൾ അറിഞ്ഞത് അള്ളാഹ് അറിയിച്ചതാണ്. മഹാന്മാർ അദൃശ്യം അറിഞ്ഞത് അള്ളാഹ് അറിയിച്ചു കൊടുത്തതാണ്. അവർക്ക് അറിയിച്ചു കൊടുക്കുന്നു ഖുർആൻ പറഞ്ഞു, അറിയിച്ചു കൊടുത്തതായ അനുഭവങ്ങളും പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞില്ലേ, വകദാലിക നബി ഇബ്രാഹിം മലകൂത സമാവാതി വൽ അർദ്, ആകാശഭൂമിയിലുള്ള സർവ്വ കാര്യങ്ങളെ കുറിച്ച് അറിവ് കൊടുത്തു. സുബ്ഹാനല്ലാഹ്, എത്രയും പറയുന്നു പത്ത് അറിയിച്ചു കൊടുത്തു. വഅലാമു അദദ റംലി കം ഹുവ റംലതി, കടപ്പുറത്തുള്ള മണത്തരികളുടെ എണ്ണം മുഴുവൻ അറിയിച്ചു കൊടുക്കുന്നില്ല. അള്ളാഹുവിൽ മൂലമില്ല. കടപ്പുറത്തുള്ള മണത്തരികളുടെ എണ്ണം അറിയിച്ചു കൊടുത്താൽ ഇത്രാന്ന് വന്നില്ലേ, മഹദൂദായില്ലേ, ലിമിറ്റഡായില്ലേ. അറിയിക്കപ്പെട്ടതൊക്കെ മഹദൂദാണ്, ലിമിറ്റഡാണ്. അള്ളാഹുവിന്റെ അലിമാകട്ടെ മഹദൂദല്ല, ലിമിറ്റഡല്ല, മുഹീത്താണ്. കടപ്പുറത്തുള്ള മണത്തരികളുടെ എണ്ണം നിങ്ങൾക്ക് അറിയണം. ഒന്നാം എഴുതിപ്പോയി കടലാസുന്നത് തെന്നും കടലാസ് മുതൽ എഴുതി അക്ക എഴുതി പൂജ എഴുതി പൂജ അങ്ങനെ എഴുതിപ്പോയി തീർന്നില്ലേ, എഴുതിപ്പോയി കടലാസ് തീർന്നോ, ലോറി കൊടുത്തോളും തെങ്ങിനില്ലേ, ബാഗിന് കൊടുത്തോളും, ട്രെയിനിന് കൂടിച്ചിന് ഒന്ന് പോകാൻ പോലെ എത്ര പോകണം തീർന്നില്ല, പിന്നെയും കൊടുത്തോളും പൂജ അങ്ങനെ പോയി കഴിഞ്ഞോ ഇല്ലേ, ഇന്നാ എഴുതിപ്പോയി അവസാനം കഴിയൂലേ. ആ അത്രയും അള്ളാന്റെ ഒരു അങ്ങനെയല്ല. അതന്നെ അള്ളാന്റെ അങ്ങനെയല്ല. മഹദൂദും മുഹിത് അള്ളാഹിന്റെ എൽമിനെ പറ്റി വിദ്യക്കാരനൂടാ, മഹാന്മാരുടെ അല്ലാറിനൂടാ. അള്ളാന്റെ എൽമ എന്താണെന്നൂടാ. അള്ളാഹുവിന്റെ എൽമ മഹദൂദല്ല, ലിമിറ്റഡ് അല്ല, മുഹീത്താണ്. അറിയിക്കപ്പെട്ടത് എത്ര അതിലുണ്ടെങ്കിലും അത് മഹദൂദാണ്. കാരണം ഇത്ര എന്നുള്ളവർക്കാണ് ഇത്ര എന്ന്. അതിന് എത്ര എന്നുള്ളതിന്റെ ചോദ്യത്തിൽ ഇത്ര എന്നുണ്ടാവും. അങ്ങനെ തെക്കുമീല കണ്ണിനും കണ്ടവർ അവർക്കൊന്ന് വൈകുന്നും ബഹുജീനും തെക്കുമീനും കണ്ടതാണ് മൊഹീദ്ദിമാലിൽ എടുത്തു വെച്ചത്. ആ ബഹുജീന് പറഞ്ഞതാണ് അള്ളാന്റെ എഴുമ്പ് ഞാൻ അറിയും, അതിന് ഞാൻ അക്ഷരം പറഞ്ഞിട്ട് ഇഷ്ടപ്പെടുന്നു. അള്ളാന്റെ എൽമൊക്കെ കൂടി അറിയുന്നു. വലിയ ചുരുക്കാവില്ലേ എന്താ പറഞ്ഞത്? അള്ളാന്റെ എൽമ് ഞാൻ അറിയുന്ന പറഞ്ഞതിന്റെ ഉദ്ദേശം അള്ളാന്റെ അദലിയായ എൽമിനെ അറിയുന്നല്ല, മുനസ്സലായ കലാമിനെ അറിയും. ഞാൻ അതുകൊണ്ടാണ് പിന്നീട് പറഞ്ഞ ഉഹസിഹുറൂഫഹു, അക്ഷരം പറഞ്ഞ് ഞാൻ ഇഷ്ടപ്പെടുന്നു. അള്ളാഹുവിന്റെ അറ്റമില്ലാത്ത അദലിയായ എൽമിന് ഹർഫു സൗത്തില്ല. മുനസ്സലായ ഖുർആന്റെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇൽമല്ലാഹി എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ശേഷം ഉഹസിഹുറൂഫഹു പറഞ്ഞത്. ഉഹസിഹുറൂഫഹു എന്നത് മുനസ്സലായ ഖുർആൻ ഉദ്ദേശിക്കുന്നു എന്നതിന് കഴിയത്താണ്. ഇത് സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വരികയാണ്. ഇൽമിന്റെ ആളുകളുടെ ചുമതല എന്താ? സാധാരണക്കാരുടെ തെറ്റിദ്ധാരണ തീർക്കാം. വിദായിക്കാരെ ചെയ്യുന്നതെന്താ? സാധാരണക്കാരെ കൂടുതൽ തെറ്റിദ്ധാരണയാക്കാം. അതുകൊണ്ട് ആലിമീങ്ങളുടെ ചുമതല ഭംഗിയായി നിർവഹിക്കണം. അമ്പിയാക്കന്മാർ ഭൂമിലോകത്ത് നിർവഹിച്ച ചുമതല നിർവഹിക്കുന്നവരാണ് ആലിമീങ്ങൾ. സത്യസന്ധമായി ചുമതല നിർവഹിക്കണം. ആളുകളെ യോജിപ്പിക്കണം, ഒന്നിപ്പിക്കണം, ഭിന്നിപ്പിക്കരുത്. ആളുകൾക്ക് നന്മ ആഗ്രഹിക്കണം.
അതീനും നസീഹ ഗുണകാംക്ഷയാണ് ദീന്, നന്മ ആഗ്രഹിക്കണം. അങ്ങനെ സന്ദേശപൂർവ്വം ആളുകളെ നേരായ മാർഗത്തിലേക്ക് നയിക്കുന്ന പ്രബോധനങ്ങൾ, ഉത്ബോധനങ്ങൾ, പ്രചാരണ പ്രഭാഷണങ്ങൾ സംഘടിപ്പിച്ച് ഉമ്മത്ത് മുസ്ലിമിനെ ഏകോദര സഹോദരന്മാരാക്കി തീർക്കുന്ന രീതിയിലുള്ള രീതി സ്വീകരിച്ച് ശൈലി അവലംബിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള സന്മനസ്സും സന്നദ്ധതയും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ ദീനിന്റെ ഖിദ്മത്തിലായ നിലക്ക് ദീർഘായുസ്സും ആഫിയത്തും നമുക്ക് വലുകാലം